السلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ യുവാക്കൾക്ക് നൽകിയിട്ടുള്ള ഒരു 10-11 വസിയ്യത്തുകളാണ് ഇൻഷാ അല്ലാഹ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: അയ്യുഹശ്ശാബുൽ മുവഫഖ്, അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച യുവാവേ, ഹാദിഹി വസായ അൻസഹുക ബിഹാ നസീഹത മുഹിബ്ബിൻ മുഷ്ഫിഖ്. ഈ വസിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്ക് നൽകുന്ന ഉപദേശങ്ങളാണ്. നസീഹത മുഹിബ്ബിൻ മുഷ്ഫിഖ്, നിന്നോട് ഇഷ്ടമുള്ള, നിന്നോട് സ്നേഹവും അനുകമ്പയുമൊക്കെയുള്ള ഒരാൾ നൽകുന്ന നസീഹത്ത് പോലെയുള്ള ചില നസീഹത്തുകളാണ്, ഉപദേശങ്ങളാണ് എന്നർത്ഥുന്നത്. ഇൻ അഖദ്ത ബിഹാ കാനത് മൂജിബതൻ ലിനജാതിക്. ഈ പറയാൻ പോകുന്ന ഉപദേശങ്ങൾ നീ ജീവിതത്തിൽ പാലിച്ചാൽ അനിവാര്യമായും നിനക്ക് വിജയമുണ്ടാകും, നീ വിജയിക്കും. വസബബൻ ലിഫലാഹിക വസആദതിക ഫി ദുനിയാക ഉഖ്റാക. നിന്റെ ഇഹപര ജീവിതത്തിൽ നിന്റെ സൗഭാഗ്യത്തിനും വിജയത്തിനും അത് കാരണമാകും. അങ്ങനെയുള്ള കുറച്ച് ഉപദേശങ്ങളാണ് നിനക്ക് നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം തുടങ്ങുന്നത്. അശ്ശാബുൽ മുവഫഖ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ച യുവാവ് എന്നാണ് അഭിസംബോധന ചെയ്തിട്ടുള്ളത്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് കാണാം: إذا نظرنا نظرة فاحصة في الشباب أمكننا أن نحكم من حيث العموم بأن الشباب ثلاثة أقسام. നമ്മൾ ശരിക്കും ഒന്ന് പരിശോധിച്ചാൽ യുവാക്കൾ മൊത്തത്തിൽ 3 തരക്കാരാണ്. 3 തരം യുവാക്കളുണ്ട്. ഒന്നാമത്തെ വിഭാഗം ശബാബുൻ മുസ്തഖീം, നേരെ ചൊവ്വ നിലകൊണ്ട് ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്ന യുവാവ്, ഇസ്തിഖാമത്തിൽ ഉള്ള യുവാവ്, ശരിയായ വിശ്വാസി, ദീൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന യുവാവ്. ശബാബുൻ മുൻഹരിഫ്, വഴിതെറ്റി സഞ്ചരിക്കുന്ന യുവാവ്, അവൻ വിശ്വാസപരമായി പല പ്രശ്നങ്ങളുണ്ടാകും. അതുപോലെ തന്നെ ശുബ്ഹത്തും ശഹവത്തുമൊക്കെയായി ദീനിൽ നിന്ന് തെറ്റിപ്പോകുന്ന യുവാവ്, തെറ്റിപ്പോയി അങ്ങനെ സഞ്ചരിക്കുന്ന യുവാവ്. മൂന്നാമത്തേത് വശബാബുൻ മുതഹയ്യിറുൻ ബൈന ബൈൻ, ഇതിനിടയിലുള്ള ഒരു വിഭാഗമാണ്. അവന് സത്യം മനസ്സിലായിട്ടുണ്ട്, കുറച്ചു കാലം അങ്ങനെ പോകും, പിന്നെ അവൻ വീണ്ടും അതിൽ സംശയാലുമായിരിക്കും. അവൻ ചില കാര്യങ്ങൾ അവൻ അറിയാം, മനസ്സിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവൻ പൂർണ്ണമായി അതിലേക്ക് പ്രവേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ കുറച്ചു കാലം അതനുസരിച്ച് ജീവിച്ച് വീണ്ടും അവൻ പിന്നോട്ട് പോയി. പല കാരണങ്ങൾ കൊണ്ട് അവൻ ദീനിൽ നിന്നും എല്ലാം അകന്നു. അവനിടയിൽ തീർത്തും അവൻ തെറ്റിപ്പോയിട്ടില്ല, പക്ഷെ അവനൊരു അതിനിടയിലാണ്. ഇങ്ങനെയുള്ള 3 തരം യുവാക്കളുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇവിടെ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, നേരായ വഴിയിൽ സഞ്ചരിക്കുന്ന യുവാക്കളെ അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ ലയഅജബു മിനശ്ശാബ് അല്ലദീ ലൈസത് ലഹു സബ്വ. ദീനനുസരിച്ച് മുന്നോട്ട് പോകുന്ന, സബ്വത്തില്ലാത്ത അഥവാ ഇൻഹിറാഫ്, അഫ്കാറുൻ മുൻഹരിഫ, അഖ്ലാഖുർ റദീഅ, ഇങ്ങനെയുള്ള മോശപ്പെട്ട സ്വഭാവങ്ങളോ തെറ്റായ വിശ്വാസങ്ങളോ ആദർശങ്ങളോ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന യുവാവിനെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരു യുവാവ് ദീനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മറ്റുള്ളവർ ദീനിൽ നിലനിൽക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. പക്ഷെ അത് പറയും. യുവത്വ കാലഘട്ടം ഇത് ഏറ്റവും നല്ല രൂപത്തിൽ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ദീനി ചിട്ടയോടുകൂടി യുവത്വ കാലഘട്ടം ഒരാൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചാൽ അത് അവന് ഏറ്റവും വലിയ നേട്ടമുള്ള കാര്യമാണ്. 14 വയസ്സ് മുതൽ ഏകദേശം 40 വയസ്സ് വരെ
ഉള്ള ഒരു കാലഘട്ടം. അതാണ് ഇതിൽ യുവത്വ കാലഘട്ടമെന്ന് പലരും പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും നല്ല കാലഘട്ടമാണത്. പണ്ട് നമ്മൾ പറയും, ചില ആളുകൾ യുവാക്കൾ അവരെക്കുറിച്ച് പറയാറുള്ളത് അവർ പെട്ടെന്ന് തെറ്റിപ്പോകുന്ന ആളുകളാണ്, അവർ ഷഹവത്തിലേക്ക്, അതുപോലെ തന്നെ ഷഹവത്തും ശുഭത്തും ഒക്കെ പെട്ടെന്ന് സ്വാധീനിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. അങ്ങനെ മനസ്സിലാക്കുന്നതിനപ്പുറം യുവാക്കൾ ഏറ്റവും ബുദ്ധിയുള്ള ആളുകളാണ്, ഏറ്റവും ശാരീരികമായും ബുദ്ധിപരമായും ഒക്കെ കഴിവുള്ള ആളുകളാണ്, ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നവർ അവരാണ്, ഏറ്റവും കൂടുതൽ പഠിക്കാൻ സാധിക്കുന്നവരാണ്. ആ നിലക്ക് യുവാക്കൾ നമ്മൾ മനസ്സിലാക്കണം. യുവാക്കളെ പൊതുവെ പരിചയപ്പെടുത്തുമ്പോൾ പൊതുവെ പറയാറുള്ളത് അവർ പെട്ടെന്ന് തെറ്റിപ്പോകും, അവർ തോന്നിവാസികളാകാൻ സാധ്യത ഏറെയാണ്. ശരിയാണ്, കൂടുതൽ സാധ്യത ഉണ്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യുവാവ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആ സമയത്ത് അവൻ ഏറ്റവും നന്നായി ഇബാദത്ത് ചെയ്യാനും ഏറ്റവും നല്ല ഖുവ്വ ബദനീയ, ഖുവ്വ ദിഹ്നിയ, അഖ്ലിയ, ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ള സമയമാണ് യുവത്വ കാലഘട്ടത്തിലുള്ളത്. ആ സമയത്ത് അവന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ദഅവ, ദീൻ, പഠനം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇബാദത്ത്. അപ്പോൾ ആ നിലയ്ക്ക് യുവത്വ കാലഘട്ടം എന്നുള്ളത് അവന് തിന്മയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള കാലഘട്ടം എന്ന് മനസ്സിലാക്കുന്നതിനപ്പുറത്ത് അവന് ധാരാളം നന്മകൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കുക. ഇബ്നു അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഒന്നാമതായി നൽകുന്ന വസിയ്യത്ത്, അലൈക അയ്യുഹ ശാബ്, യുവാവേ നിനക്ക് അനിവാര്യമാണ് അൻ തഅമല അലാ സിയാനതി ശബാബിക വഹിഫ്ദിഹി, നിന്റെ യുവത്വ കാലഘട്ടം നീ അതിനെ സംരക്ഷിക്കണം എന്നുള്ള, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ആ യുവത്വ കാലഘട്ടം ഏറ്റവും നല്ല രൂപത്തിലാകാൻ നീ പരിശ്രമിക്കണം. അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്, അതിനെ സംരക്ഷിക്കണം. യുവാവായിരിക്കെ ആ യുവത്വ സമയം ഏറ്റവും നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നീ പരിശ്രമിക്കണം. എങ്ങനെ? ബി അൻ തതജന്നബ അശ്ശുറൂറ വൽ ഫസാദ ബിഅൻവാഇഹി, എല്ലാവിധ ഷർറും എല്ലാവിധ തിന്മകളിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട്, തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നീ യുവത്വത്തെ സുരക്ഷിതമാക്കണം. മുസ്തഈനൻ ഫീ ദാലിക ബില്ലാ, മുസ്തഈനൻ ഫീ ദാലിക ബില്ലാ, ഈ വിഷയത്തിൽ അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം വേണം. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനൊക്കെ അള്ളാഹുവിൻ്റെ സഹായം വേണം. ആ നിലയ്ക്ക് അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ട്, മുതവക്കിലൻ അലൈഹി വഹ്ദഹു ജല്ല ഫീ ഉലാ, അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് നീ നിന്റെ യുവത്വം സംരക്ഷിക്കാൻ ശ്രദ്ധിക്കണം. തിന്മകളിൽ നിന്ന്, ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് അതിന് അള്ളാഹുവിനോട് സഹായം ചോദിക്കണം, അള്ളാഹുവിൽ തവക്കുലാക്കണം. وكل باب أو مدخل أو طريق يفضي بك إلى شر أو فساد فاجتنبه واحذره غاية الحذر. നിന്നെ തിന്മയിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ വഴികളുണ്ടോ, ഏതൊക്കെ മാർഗങ്ങളുണ്ടോ, അതെല്ലാം നീ അങ്ങേയറ്റം സൂക്ഷിക്കണം, അതെല്ലാം നീ പൂർണ്ണമായി വെടിയണം. നിന്നെ തിന്മയിലേക്ക് എത്തിക്കുന്ന, മോശപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്ന എന്തൊക്കെ വഴികളുണ്ടോ അതെല്ലാം നീ അങ്ങേയറ്റം സൂക്ഷിക്കണം, അതെല്ലാം വെടിയണം, അങ്ങേയറ്റം ജാഗ്രത പാലിക്കേണ്ട ഒന്നാണ്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ഉപദേശം ഹിഫ്ളു ശബാബ്, യുവത്വം അതിനെ സംരക്ഷിക്കുക, അതിനെ ഏറ്റവും നല്ല രൂപത്തിൽ സംരക്ഷിക്കുക, തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് യുവത്വം എന്ന് പറഞ്ഞാൽ. നമുക്ക് ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ, നന്മയിൽ മുന്നേറാൻ പറ്റിയ സമയമാണ്. ഹാത്തിമുൽ അസ്സം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ അർബഅത്തുൻ, ലാ യഅരിഫു ഖദ്റഹ ഇല്ലാ അർബഅ, 4 കാര്യം അതിൻ്റെ വില 4 ആളുകൾ അല്ലാതെ മനസ്സിലാവുകയില്ല. 4 കാര്യം അതിന് 4 ആളുകൾക്കല്ലാതെ അതിൻ്റെ വില മനസ്സിലാവുകയില്ല. ഒന്ന്, ഖദ്റു ശബാബ് ലാ യഅരിഫുഹു ഇല്ല ശുയൂഖ്, യുവത്വത്തിൻ്റെ വില അത് വയസ്സന്മാർക്കേ തിരിയുള്ളൂ. അവർക്ക് നഷ്ടപ്പെടുമ്പോഴാണ് അവർക്കതിൻ്റെ വില മനസ്സിലാകുള്ളൂ. യുവത്വത്തിൻ്റെ വില മനസ്സിലാകണമെങ്കിൽ, ശരിക്കും മനസ്സിലാകണമെങ്കിൽ പ്രായമാകണം. വഖദ്റുൽ ആഫിയ ലാ യഅരിഫുഹ ഇല്ലാ അഹ്ലുൽ ബലാ, സൗഖ്യത്തിൻ്റെ വില മനസ്സിലാകുക പരീക്ഷിക്കപ്പെടുന്ന ആളുകൾക്കാണ്.
വഖദ്റു الصحة لا يعرفه إلا المرضى. ആരോഗ്യം അതിൻ്റെ വില രോഗികൾക്ക് മനസ്സിലാകുള്ളൂ. വഖദ്റു الحياة لا يعرفه إلا الموتى. ജീവിതത്തിൻ്റെ വില മരിച്ചവർക്ക് തിരിയൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യുവത്വം അത് നഷ്ടപ്പെട്ട ആളുകൾക്ക് അതിൻ്റെ വില ശരിക്കും മനസ്സിലാക്കും. അതുകൊണ്ട് യുവാക്കളായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും അവർക്ക് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണത്. ആ സമയത്ത് ജീവിക്കാൻ, ആരോഗ്യത്തോടുകൂടി പ്രത്യേകിച്ചും ജീവിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നമുക്കറിയാം, ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദ. ഇന്നഹും ഫിത്യ, അവർ യുവാക്കളായിരുന്നു എന്ന് പറഞ്ഞു. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞത് കാണാം. ഇബ്നു കസീർ റഹ്മഹുല്ലാഹ് പറഞ്ഞു, അല്ലാഹു തആല അവരെ കുറിച്ച് പറഞ്ഞത് അവർ യുവാക്കളാണ് എന്നാണ്. വഹും അഖ്ബലു ലിൽ ഹഖ് വഅഹ്ദാ ലിസ്സബീലി മിനശ് ശുയൂഖ്. അവരാണ് സത്യം ഏറ്റവും കൂടുതൽ സ്വീകരിക്കുക. സത്യം കൂടുതൽ സ്വീകരിക്കാൻ സാധ്യതയുള്ള യുവാക്കളാണ്. നേരായ വഴിയിലേക്ക് വൃദ്ധന്മാരേക്കാൾ വയസ്സന്മാരേക്കാൾ ഹിദായത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുള്ളവരും അവരാണ്. وأهدى للسبيل من الشيوخ الذين قد عتوا في دين الباطل. ബാത്തിലായ ദീനിൽ ജീവിച്ച വയസ്സന്മാരേക്കാൾ ഹക്ക് സ്വീകരിക്കാൻ കൂടുതൽ തയ്യാറായി മുന്നോട്ട് വരിക യുവാക്കളായിരിക്കും. ولهذا كان أكثر المستجيبين لله ولرسوله شبابا. അള്ളാഹുവിൻ്റെ റസൂലിൽ അള്ളാഹുൽ വിശ്വസിച്ച അധിക ആളുകളും യുവാക്കളായിരുന്നു, കൂടുതലും യുവാക്കളായിരുന്നു. وأما المشايخ من قريش فعامتهم بقوا على دينهم. ഖുറൈശികളുടെ കൂട്ടത്തിലെ വൃദ്ധന്മാർ, വയസ്സുള്ള ആളുകൾ പലരും അവരുടെ ആ ബാത്തിലിൽ തന്നെ ഉറച്ചു നിന്നു. അവർ അവരുടെ ബാത്തിലിൻ്റെ ദീനിൽ തന്നെ ഉറച്ചു നിന്നു. വലം യുസ്ലിം മിൻഹും ഇല്ലൽ ഖലീൽ. വളരെ കുറച്ചു പേരാണ് അവരിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചത്. وهكذا أخبر تعالى عن أصحاب الكهف أنهم كانوا فتية شبابا. അതാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞവർ, ഈ പറഞ്ഞ ആളുകൾ അസ്ഹാബുൽ കഹ്ഫ് അവർ യുവാക്കളായിരുന്നു. അപ്പോൾ യുവത്വം അത് ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് എന്നത് അറിയിക്കുന്നുണ്ട്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറഞ്ഞത് കാണാം, വശബാബുഹും ഖുവ്വത്തുൽ മുജ്തമഅ. യുവാക്കളാണ് ഒരു സമൂഹത്തിന്റെ ശക്തി. വഇമാദുൽ മുജ്തമഅ, ഒരു സമൂഹത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് യുവാക്കളാണ്. വസലാഹു ഐ മുജ്തമഇൻ ബൽ ഐ ഉമ്മത്തിൻ മുർതബിതുൻ ബൽ മുതവഖിഫുൻ അലാ സലാഹി ശബാബിഹ. ഏതൊരു സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഏതൊരു ഉമ്മത്തിന്റെയും നന്മ അത് നിലകൊള്ളുന്നത് യുവാക്കളുടെ നന്മയിലാണ്. ആ നാട്ടിലെ യുവാക്കൾ നന്നായാൽ ആ നാട് നന്നാകും. ഒരു സമൂഹം അതിൽ യുവാക്കൾ നന്നായാൽ ആ സമൂഹം നന്നാകും. ഒരു ഉമ്മത്തിൽ യുവാക്കൾ നന്നായാൽ ആ നാട് സമൂഹം നന്നാകും. ഫശബാബു അയ്യുഹൽ ഇഖ്വ ലിൽ ഉമ്മ കമസലിൽ ഖൽബ്. യുവാക്കൾ എന്ന് പറഞ്ഞാൽ ഫശബാബു അയ്യുഹൽ ഇഖ്വ ലിൽ ഉമ്മത്തി കമസലിൽ ഖൽബി ലിൽ ബദൻ. ശരീരത്തിന് ഹൃദയം പോലെയാണ് യുവാക്കൾ. ഇദാ സലഹ സലഹൽ ജസദു കുല്ലു. ഹൃദയം നന്നായാൽ ശരീരം മൊത്തം നന്നാകും. وإذا فسد انحرف انعكس ذلك على المجتمع كله. അത് കേടുവന്നാൽ മൊത്തം നശിച്ചു പോകും. ശരീരത്തിൽ ഹൃദയത്തിന്റെ സ്ഥാനം എന്താണോ അതുപോലെയാണ് സമൂഹത്തിൽ യുവാക്കൾക്കുള്ള സ്ഥാനം. യുവാക്കൾ നന്നായാൽ സമൂഹം നന്നാകും, യുവാക്കൾ കേടുവന്നാൽ സമൂഹം കേടുവരും എന്നാണ് ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യുവത്വം അതിന് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ്, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. നാളെ അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു വിഭാഗം നമുക്കറിയാവുന്ന ഹദീസ്, വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്. വശാബുൻ നശഅ ഫീ ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്ന ഒരു യുവാവ്, അവന് നാളെ അർശിന്റെ തണൽ ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇബാദത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇബാദത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 2 തരം ഇബാദത്തുണ്ട്. ഇബാദത്തുൻ ഫിഅലിയ്യ, സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല
ചെയ്യാൻ പഠിപ്പിച്ച ഇബാദത്തുകൾ, നിസ്കാരം, നോമ്പ്, ദിക്റുല്ലാഹ്, തിലാവത്തുൽ ഖുർആൻ പോലെയുള്ള ഇബാദത്തുകൾ, ആ രൂപത്തിൽ അല്ലാഹു തആല പഠിപ്പിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇബാദത്ത് ചെയ്തു വളർന്നയാളാണ് ഈ അർശിന്റെ തണൽ ലഭിക്കുന്ന യുവാവ്. മറ്റൊന്ന് ഇബാദത്തുൻ തർക്കിയ്യ, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ തിന്മകൾ അത് ഉപേക്ഷിക്കുക, അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഒരു യുവാവ് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഇതിൽ പെടും. ഒന്ന് അള്ളാഹു ചെയ്യണമെന്ന് പറഞ്ഞ ഇബാദത്തുൻ ഫിഅലിയ്യ, മറ്റൊന്ന് ഇബാദത്തുൻ തർക്കിയ്യ, അഥവാ അള്ളാഹു തആല ഹറാമാക്കിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളതും ഇബാദത്താണ്. ഈ രൂപത്തിൽ വളർന്ന യുവാവ് അവന് നാളെ അർശിന്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ പറഞ്ഞതൊക്കെ എന്താണ്? യുവത്വം, മർഹലത്തു ശബാബ് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് എന്നറിയിക്കുന്നതാണ്. യുവത്വ കാലഘട്ടത്തിൽ തിന്മയിൽ ജീവിച്ചാൽ അതിൻ്റെ പ്രയാസം അവന് വയസ്സാങ്കാലത്തുണ്ടാകും. അത് ഇബ്നുൽ ജൗസി റഹ്മഹുള്ള പറഞ്ഞൊരു വാചകം ഇങ്ങനെ കാണാം: ഖദ് യുഹാനു ശൈഖു ഫീ കിബരിഹി ഹത്താ തർഹമഹുൽ ഖുലൂബ്. ചിലപ്പോൾ ചില വയസ്സന്മാർ അവരുടെ വയസ്സാങ്കാലത്ത് അങ്ങേയറ്റം നിന്ദിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ആളുകൾ കണ്ടാൽ അവന് റഹ്മത്തിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ അത്രത്തോളം നിന്ദിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വയസ്സാങ്കാലത്ത് ജീവിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും. ولا يدري أن ذلك لإهماله حق الله تعالى في شبابه. പക്ഷെ അവൻ അറിയുന്നില്ല അവൻ എന്തുകൊണ്ട് ഈ അവസ്ഥ വന്നു. ഇതിനൊരു കാരണം യുവത്വ കാലഘട്ടത്തിൽ അവൻ അള്ളാഹുവിന് കൊടുക്കേണ്ട ഹക്ക് അവൻ നിർവഹിക്കാത്തത് കൊണ്ട്, അതിൽ അവഗണന കാണിച്ചതുകൊണ്ടുമാണ് എന്നവനെ തിരിയുന്നില്ല. فاعلم أن فمتى رأيت معاقبا فاعلم أنه لذنوب. ജീവിതത്തിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ അതുപോലെ തന്നെ ശിക്ഷയുമൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവൻ ചെയ്ത തിന്മ കൊണ്ടായിരിക്കണമെന്ന് നീ മനസ്സിലാക്കണം. നമ്മൾ ചെയ്ത തിന്മകൾ, പ്രത്യേകിച്ചും യുവത്വ കാലഘട്ടത്തിൽ ചെയ്ത തിന്മകളൊക്കെ അതിൻ്റെ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും വാർദ്ധക്യ സമയത്ത്. അപ്പോൾ ഈ യുവത്വ കാലഘട്ടം നന്മകൾ ചെയ്ത് തിന്മകളിൽ നിന്ന് വിട്ടുനിന്ന് സുരക്ഷിതമാക്കണം എന്നാണ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിദുല്ലാഹ് നൽകുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഉപദേശം. രണ്ടാമത്തെ കാര്യം, അലൈക അയ്യുഹ ശാബ് അൻ തകൂന മുഹാഫിളൻ തമാമൽ മുഹാഫള അല ഫറായിദുൽ ഇസ്ലാം വവാജിബാത്തിദ്ദീൻ. നീ ഇസ്ലാമിൽ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങൾ അത് ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കാൻ, അത് കൃത്യമായി ചെയ്യാൻ നീ പരിശ്രമിക്കണം. വലാ സിയ്യമ സ്വല, പ്രത്യേകിച്ച് നിസ്കാരം. നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിനക്ക് അതീവ ശ്രദ്ധയുണ്ടാകണം. ഫഇന്ന സ്വലാത ഇസ്മത്തുൻ ലക മിനശ്ശർ വഅമനത്തുൻ ലക മിനൽ ബാതിൽ. തിന്മയിൽ നിന്ന് നിനക്കുള്ള സംരക്ഷണമാണ് നിസ്കാരം, ബാതിലിൽ നിന്നുള്ള നിനക്കുള്ള സുരക്ഷയാണ് നിസ്കാരം. فإن الصلاة معونة على الخير ومزدجرة عن كل شر وباطل. നിസ്കാരം നിനക്ക് നന്മ ചെയ്യാൻ അതിനെ സഹായിക്കും, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും അത് സഹായിക്കും. രണ്ടാമത്തെ കാര്യം ഇതാണ്, നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. നമുക്ക് ഇവിടെ പറയാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ഞാനും നിങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ദുനിയാവും പരലോകവും സേഫായിരിക്കും, സുരക്ഷിതമായിരിക്കും, വിജയിക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞിട്ടുള്ള യുവാക്കൾ അവരുടെ യുവത്വ സമയം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. രണ്ടാമത് പറഞ്ഞ നിസ്കാരത്തിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. നിസ്കാരം അത് ശ്രദ്ധിക്കണം, അത് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണം, അതിൻ്റെ സമയം പാലിച്ചുകൊണ്ട്. അത് നിർവഹിക്കപ്പെടേണ്ട സ്ഥലത്ത് പുരുഷന്മാരാണെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് ജമാഅത്തായി നിസ്കരിക്കുക. നിസ്കാരത്തിൻ്റെ റൂഹ് സല അൽ ഖുശൂ അത് പാലിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഇങ്ങനെ നിസ്കാരം അതിലെത്രത്തോളം അവന് ശ്രദ്ധയുണ്ടോ അത് അവൻ്റെ ജീവിതത്തിൽ, ഇഹപര ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടാകണം. നിസ്കാരം ഇന്ന സ്വലാത്ത തൻഹ അനിൽ ഫഹ്ശായി വൽ മുൻകർ, തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. നിസ്കാരത്തിൻ്റെ കാര്യം ഞാനും നിങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ശരിക്കും നമ്മൾ നിസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കണം.
ഞാനും നിങ്ങളൊക്കെ നമ്മൾ നിസ്കാരത്തിൻ്റെ 5 വക്ത് നിസ്കാരത്തിൻ്റെ കാര്യം എന്താണ്, സുന്നത്തായ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്, ഇനി നിസ്കാരത്തിൻ്റെ സമയം, അത് ജമാഅത്തായി നിസ്കരിക്കുന്ന കാര്യത്തിൽ, നിസ്കാരത്തിൻ്റെ ഉള്ളിൽ തക്ബീർ കെട്ടിക്കഴിഞ്ഞാൽ സലാം വീട്ടുന്നതിനിടയിൽ നമ്മൾ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പരിശോധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ സ്വലാത്തുൽ മുനാഫിഖീൻ സ്വലാത്തു അബ്ദാനിൻ ലാ സ്വലാത്തു ഖുലൂബ്. മുനാഫിഖിന്റെ നിസ്കാരമാണോ മുഅ്മിനിന്റെ നിസ്കാരമാണോ നമ്മൾ നിർവഹിക്കുന്നത് പരിശോധിക്കണം. മുനാഫിഖിന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ അവൻ പ്രത്യക്ഷത്തിൽ അവന്റെ ശരീരം നിസ്കരിക്കുന്നുണ്ട്, ഹൃദയത്തിൽ നിസ്കാരം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ഹൃദയ സാന്നിധ്യം നിസ്കാരത്തിൽ കുറവായിരിക്കും. വളരെ ദിക്റുനല്ലാഹ ഇല്ലാ ഖലീല, നിസ്കാരത്തിൽ വളരെ കുറച്ച്, മൊത്തത്തിൽ തന്നെ അവർ ദിക്റുള്ളയുടെ കാര്യത്തിൽ കുറവായിരിക്കും. നിസ്കാരത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ നിസ്കാരം എന്താണെന്നുള്ളത് നമ്മൾക്ക് അറിയുള്ളൂ. കാരണം പുറമേക്ക് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഒന്നാണ്. നിസ്കാരത്തിൽ അതിൻ്റെ റൂഹ്, അതിൻ്റെ ആത്മാവ്, അൽ ഖുശൂ, അതിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ ശരിക്കും പരിശോധന നടത്തണം. നിസ്കാരം ശരിയായാൽ ഒരുപാട് കാര്യം ശരിയാകും. പണ്ഡിതന്മാരൊക്കെ പറയാം നിസ്കാരവും നാവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. കേട്ടിട്ടുണ്ടാകും. യൂനുസ് ഇബ്നു ഉബൈദ് റഹിമഹുല്ലാഹ് ഖസ്ലതാനി ഇദാ സലുഹതാ സലുഹ മാ സിവാഹുമാ സലുഹ മാ സിവാഹുമാ. 2 കാര്യങ്ങൾ ശരിയായ ബാക്കിയൊക്കെ ശരിയാകും. മഹാനായ താബിഈ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ധാരാളം കേട്ടതായിരിക്കും. അത് ശരിയായ ബാക്കിയൊക്കെ ശരിയാകും. ഒന്ന് സ്വലാത്തുഹു ലിസാനുഹു, നാവും നിസ്കാരവും. ശ്രദ്ധിച്ചു നോക്ക്, നമ്മളുടെ പ്രശ്നത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അതായിരിക്കും. നമ്മുടെ നിസ്കാരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നാവിന് പ്രശ്നം ഉണ്ടാകും. ഒരാളുടെ നാവ് ക്ലിയറാണ്, അയാളുടെ നാവ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. വലിയ ടാസ്ക്കാണത്, വലിയ പ്രയാസമുള്ള കാര്യമാണ് നാവ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ നരകത്തിൽ പ്രവേശിക്കുന്നത് നാവ് ചെയ്ത തിന്മകൾ കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അധിക ആളുകൾ നരകത്തിൽ പോകുന്ന നാവ് കൊണ്ടാണ്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഞാൻ നിങ്ങളൊക്കെ നമ്മളൊക്കെ അതിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകളാണ്. അപ്പം നാവ് ശരിയായി, നാവ് ഖൈറായ കാര്യത്തിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. നിസ്കാരം ശരിയാണ് എങ്കിൽ അവൻ്റെ ബാക്കിയൊക്കെ ശരിയാകും. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കണം, ഇതിൽ രണ്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. അപ്പോൾ നിസ്കാരവും നാവും നമ്മൾ ശരിപ്പെടുത്താൻ ഒരു മുവഹിദിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യത്തിൽ നല്ല ശ്രദ്ധയുണ്ടായാൽ ബാക്കി കാര്യങ്ങൾ ശരിയാകും. യഹ്യ ഇബ്നു അബീ കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു ഖസ്ലതാനി ഇദാ റഅയ്തുഹുമാ ഫിർ റജുൽ. 2 കാര്യങ്ങൾ അത് ഒരാളിൽ നീ കണ്ടാൽ ഫഅലം അന്നമാ വറഅഹുമാ ഖൈറും മിൻഹുമാ, അതിനപ്പുറത്ത് ഒരുപാട് നന്മ അയാളിൽ ഉണ്ടാകും. 2 കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിനപ്പുറത്ത് ഒരുപാട് ഖൈർ വേറെ ഉണ്ടാകും. ഇൻ കാന ഹാബിസൻ ലിലിസാനിഹി യുഹാഫിദു അലാ സ്വലാത്തിഹി, അയാൾ നാവിനെ പിടിച്ചു വെക്കുന്നവനാണ്, നിസ്കാരം മുറ പോലെ നിർവഹിക്കുന്നവനാണ്. നിസ്കാരം വളരെ കറക്റ്റാണ്, നാവും കറക്റ്റാണെങ്കിൽ അയാളിൽ അതിനപ്പുറത്ത് ഒരുപാട് ഖൈർ വേറെ ഉണ്ടാകും. ഇത് രണ്ടും ഒരുപോലെ ശ്രദ്ധിക്കുന്ന ആളുകൾ നമ്മൾ ചിന്തിച്ചു, നമ്മളെക്കുറിച്ച് ചിന്തിച്ചു നോക്കി, ഈ രണ്ടിനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഈ രണ്ടും ശരിയായ ആളുകൾ വളരെ കുറച്ചായിരിക്കും. ഇത്രയും അതുകൊണ്ടാണ് പണ്ഡിതന്മാർ മഹാന്മാരായ സലഫുകൾ അത് പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു തആല നമ്മുടെ നാവ് നിസ്കാരം ശരിപ്പെടുത്തുമാറാവട്ടെ. ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ലിസാനുഹു, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബുഹു. നമ്മൾ ധാരാളം കേട്ട ഹദീസായിരിക്കും, പക്ഷെ ഇത് നിരന്തരം കേൾക്കണം. കാരണം നാവ് കൊണ്ട് ചെയ്യുന്ന തിന്മകൾ ദീനക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ ധാരാളം സംഭവിക്കാൻ സാധ്യതയുള്ള തിന്മയാണ്. ദീനൊക്കെ ഉണ്ടാകും, നിസ്കാരം നോമ്പൊക്കെ ഉണ്ടാകും. അവർ പരീക്ഷിക്കപ്പെടുന്നൊരു മേഖലയാണ് നാവിൻ്റെ വിഷയം. ധാരാളം സംഭവങ്ങളുണ്ട്. നമുക്കറിയാം, ഒരു സ്ത്രീയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്താണ്? അവരുടെ നാട്ടിൽ നോമ്പും സദഖയും ഇബാദത്തും കൊണ്ട് അറിയപ്പെട്ട പെണ്ണാണ്. പക്ഷെ അവൾക്കൊരു പ്രശ്നമുണ്ട്. ഗൈറ അന്നഹാ തുഅ്ദി ജീറാനഹാ ബിലിസാനിഹാ.
അയൽവാസിയെ നാവ് കൊണ്ട് ഉപദ്രവിക്കുന്ന പെണ്ണാണ്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സുന്നത്ത് നോമ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീഹാ ഹിയ ഫിന്നാർ, അവളിൽ യാതൊരു നന്മയുമില്ല, അവൾ നരകത്തിലാണ്. അപ്പോൾ നിസ്കാരം, നോമ്പ്, നിസ്കാരം, അതുപോലെ തന്നെ നാവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരാളുടെ ഹൃദയം നന്നാൽ അവൻ്റെ ഈമാൻ നന്നാവും. വലാ യസ്തഖീമു ഖൽബുഹു ഹത്താ യസ്തഖീമ ലിസാനുഹു, അവൻ്റെ ഹൃദയം നന്നാകണമെങ്കിൽ അവൻ്റെ നാവ് നന്നാകണം. നമുക്ക് ഈമാൻ, ഹൃദയം, നാവ് കണക്ഷനുണ്ട്. ഈമാൻ ശരിയാകണമെങ്കിൽ അവൻ്റെ കൽബ് ശരിയാകണം, അവൻ്റെ കൽബ് ശരിയാകണമെങ്കിൽ നാവ് ശരിയാകണം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് നിസ്കാരവും ഈ പറഞ്ഞിട്ടുള്ള നാവും നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്സലാത്തു അക്ബറുൽ ഔനി അലാ തഹ്സീലി മസാലിഹി ദുനിയ വൽ ആഖിറ വദഫ്ഇ മഫാസിദി ദുനിയ വൽ ആഖിറ. നിസ്കാരം അവന് ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുന്ന നന്മകൾ അവന് നേടിത്തരാൻ സഹായിക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ദുനിയാവിലും പരലോകത്തും ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അവനെ തടയാനും സഹായിക്കുന്ന ഒന്നാണ് നിസ്കാരം. അതാണ് ഇവിടെ രണ്ടാമതായി നടത്തിയിട്ടുള്ള ഉപദേശം. ഓക്കെ, എത്രയോ നിസ്കരിക്കാത്ത ആളുകളുണ്ട്, പ്രത്യേകിച്ച് യുവാക്കൾ. നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുക, ഫജ്ർ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. നമ്മുടെ വീട്ടിലും ഉണ്ടാവും ചിലപ്പോൾ നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത ആളുകൾ. അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ആസ്വദിച്ച് അനുഭവിച്ച് അള്ളാഹു തആല നമ്മോട് പറഞ്ഞ കാര്യങ്ങൾ, നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇതിൽപ്പെട്ട ഒന്നാണ് എന്ത്? നിസ്കാരം, 5 വക്ത് നിസ്കാരം. ബാക്കിയുള്ള എല്ലാ നിസ്കാരങ്ങളും എന്താണ്? സുന്നത്താണ്. ഈ 5 വക്ത് നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കുന്നതിൽ നമുക്ക് വീഴ്ച സംഭവിക്കാൻ പാടില്ല. നമ്മുടെ കാര്യം മാത്രമല്ല, നമ്മുടെ വീട്ടിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളവരെ ശരിപ്പെടുത്തണം. നമ്മുടെ മക്കളുടെ കൂട്ടത്തിൽ, നമ്മുടെ മാതാപിതാക്കളുടെ കൂട്ടത്തിൽ, സഹോദരന്മാരുടെ കൂട്ടത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളവരെ ശരിപ്പെടുത്തണം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഇന്ന മിനൽ മുഅ്സിഫ്, വളരെ സങ്കടകരമായ കാര്യമാണ്, നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യമാണ്. അയതമത്തഅൽ ഇൻസാനു ബിനിഅമില്ലാഹി ഖായിമൻ വഖായിദൻ വനായിമൻ വയഖില. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അവൻ ആസ്വദിക്കണം. ഇരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും ഉറങ്ങുമ്പോഴൊക്കെ ഉണർച്ചയിലൊക്കെ അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ ഇങ്ങനെ ആസ്വദിക്കുന്നു. യതമത്തഉ ബിൽ അംനി വൽറഖാ വവഫൂരിൽ മാൽ വൽവലദ് വൽഅഖില്ല. എന്തെല്ലാം നിഅമത്തുകൾ! നിർഭയത്വമുണ്ട്, സമൃദ്ധിയുണ്ട്, സമ്പത്തുണ്ട്, മക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. ഈ അനുഗ്രഹങ്ങളൊക്കെ ആസ്വദിക്കുന്നു. ثم لا يقوم بشكر الله, എന്നിട്ട് അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല. ولا يخضع لأمر الله, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതിലേക്ക് കീഴൊതുങ്ങുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചേ ഉള്ളൂ. പിന്നെ ശൈഖ് പറഞ്ഞു, യനാമു ഇല ദുഹാ ലാ യുസല്ലി ഫജ്ർ. എത്രയോ ആളുകൾ അങ്ങനെയാണ്, ദുഹ വരെ ഉറങ്ങണം, ഫജ്ർ നിസ്കരിക്കുന്നില്ല. എത്ര ആളുകളുണ്ടങ്ങനെ? വല്ലാത്ത നന്ദികേടാണത്, യാതൊരു സംശയവുമില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം പ്രത്യേകിച്ച് യുവാക്കൾ ശ്രദ്ധിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ കാര്യമാണ്. നിസ്കാരത്തിൻ്റെ കാര്യം അവിടെ നന്നായി ശ്രദ്ധിക്കണം. അടുത്ത ഒരു ഉപദേശം, عليك أيها الشباب وعليك أيها الشباب أيها الشاب أن تكون مؤديا حقوق العباد التي أوجبها الله عليك. അള്ളാഹു തആല നിനക്ക് നിർബന്ധമാക്കിയ ചില ബാധ്യതകളുണ്ട്, മറ്റുള്ളവരോട് ചെയ്യേണ്ട ബാധ്യതകൾ. അത് നിർവഹിക്കണം. മറ്റുള്ളവരോട് അടിമകൾ പരസ്പരമുള്ള കടമകളും ബാധ്യതകളുമുണ്ട്. അത് നിർവഹിക്കുന്നതിൽ നിനക്ക് ശ്രദ്ധയുണ്ടാകണം. വഅഅളമുഹാ ഹഖ്ഖുൽ അബവൈൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് മാതാപിതാക്കളോടുള്ള ബാധ്യതയാണ്. ഫഇന്നഹു ഹഖ്ഖുൻ അദീം വവാജിബുൻ ജസീം, അത് മഹത്തരമായ ബാധ്യതയാണ്, കടമയാണ്, വളരെ പ്രാധാന്യമുള്ള നിർബന്ധ ബാധ്യതയാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത. അതാണ് പ്രത്യേകം ശൈഖ് ഇവിടെ എടുത്തു പറഞ്ഞിട്ടുള്ളത്. മറ്റുള്ളവരോട് ബാധ്യതകളുണ്ട്, മറ്റു മനുഷ്യരോട് ബാധ്യതകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട നമുക്ക് നമ്മളുടെ മക്കളോട് ബാധ്യതയുണ്ട്,
അയൽവാസികളോട് ബാധ്യതയുണ്ട്, മുസ്ലിങ്ങളായിട്ടുള്ള മറ്റു സഹോദരങ്ങളോട് ബാധ്യതയുണ്ട്. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞത് ഹഖുൽ അബവൈൻ, മാതാപിതാക്കളോടുള്ള ബാധ്യത, അത് പ്രത്യേകം ഇവിടെ ഉണർത്തി. യുവാക്കൾ പ്രത്യേകിച്ചും അവരുടെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അങ്ങേയറ്റം അവർക്ക് നന്മ ചെയ്യുന്ന വിഷയത്തിൽ അങ്ങേയറ്റം ശ്രദ്ധ ഉണ്ടാകണം. ചില സലഫി സഹോദരങ്ങൾ എന്ന് പ്രത്യേകം നമ്മൾ സലഫികൾ ഒരുമിച്ച് കൂടുന്നൊരു സദസ്സിലായതുകൊണ്ട് പറയാൻ, മാതാപിതാക്കളുടെ ബാധ്യത നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തുന്ന എല്ലാത്തിലും ഉണ്ട്. തീരെ ശ്രദ്ധിക്കാത്ത, നമ്മൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന, മറ്റു ദീനിയായ കാര്യങ്ങൾ വളരെ ചിട്ട പാലിക്കുന്ന ചിലർ, കൂടുതലുള്ള ചില ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ജാനിബാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത. ശരിയാണ്, ചിലപ്പോൾ അവർ സലഫിയാകണമെന്നില്ല, അവർക്ക് നമ്മൾക്ക് മനസ്സിലായതുപോലെ ദീൻ തിരിഞ്ഞിട്ടുണ്ടാകില്ല, ചിലപ്പോൾ അവർ ഉൾക്കൊണ്ടിട്ടുണ്ടാകില്ല, ശരിയാണ്. പക്ഷേ മാതാപിതാക്കളുടെ ബാധ്യത പൂർണ്ണമായി ഒഴിവാകുന്ന ഒരു അവസ്ഥയല്ല. സൂറത്തുൽ ലുഖ്മാനിലെ ആയത്ത് നമുക്കതിന് തെളിവാണ്. ഷിർക്കിന് നിർബന്ധിച്ച് നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു തആല എന്ത് പറഞ്ഞത്? സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, ദുനിയാവിന്റെ കാര്യത്തിൽ അവരോട് നന്മ ചെയ്യണമെന്ന് പറഞ്ഞത്. നോക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് തൗഹീദ് ഉണ്ടാകും, തൗഹീദ് ഇല്ലെങ്കിൽ കൂടി അവർക്ക് ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കാര്യത്തിൽ നമ്മൾ ചെയ്തു കൊടുത്തേ പറ്റൂ. അല്ലാഹു തആല വിശുദ്ധ ഖദാ റബ്ബുക, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ വാചകം ഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബർ അഹദുഹുമാ ഔ കിലാഹുമാ فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. ഈ രണ്ടായത്തിൽ അല്ലാഹു തആല മാതാപിതാക്കളോടുള്ള നിർബന്ധ ബാധ്യതകൾ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരാൾ മാതാപിതാക്കൾക്ക് മാതാവിനും പിതാവിനും പുണ്യം ചെയ്തു എന്ന് പറയണമെങ്കിൽ 5 കാര്യങ്ങൾ നിർബന്ധമായി ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞ ആയത്താണിത്. നമ്മൾ പല സമയത്തും ഇത് കേട്ടിട്ടുണ്ടാകും. എന്തൊക്കെയാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്? 5 കാര്യങ്ങൾ. സുലൈമാൻ റഹീലി ഹഫിളഹുല്ലാഹ് പറഞ്ഞിട്ടുള്ള, അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിന്റെ ശർഹിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് 5 കാര്യങ്ങൾ, ഇത് അറിഞ്ഞ ആളുകളുണ്ട്, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് പറയാം. ഒരാൾ ഉമ്മാക്കും ഉപ്പാക്കും ചെയ്തു കൊടുക്കേണ്ട, ഒരാൾ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്തു, അൽബർറുലി വാലിദൈ എന്ന് പറയണമെങ്കിൽ അയാൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണിത്. ഇതിനപ്പുറത്തുണ്ട്, ഇത് നിർബന്ധമായിട്ട് ഉണ്ടാകണം. ഈ ആയത്തിൽ പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, നന്മ ചെയ്യണം. ബദ്ലുൽ മഅറൂഫ്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. രണ്ടാമത്തേത് കഫുൽ അദാ അൻഹുമാ സഗീറൻ കാന ഔ കബീറ, ചെറുതും വലുതുമായ ഉപദ്രവങ്ങൾ അവരോട് ചെയ്യാൻ പാടില്ല. ചെറുതും പാടില്ല, വലുതും പാടില്ല. ഇത് രണ്ടും ഈ ആയത്തിൽ തെളിവുണ്ട്. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? അവർ പ്രായമായി കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരുടെ ഉഫിൻ എന്ന് പറയരുത്. ഉഫിൻ എന്ന് പറഞ്ഞാൽ അതവജ്ജറു എന്നാണ്, ഇസ്മു ഫിഅൽ മുദാരി എന്ന് പറയും. എനിക്കത് ഇഷ്ടമായില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയുള്ളൊരു സൗണ്ടാണത്. അത്രയും ചെറിയ ഒരു കാര്യം ഛേ എന്ന് പരിഭാഷപ്പെടുത്തും. എന്നാൽ വളരെ ചെറിയ ഒരു ഉപദ്രവം എന്ന് പറയാം. ഉപദ്രവമായിട്ട് നമുക്കത് തോന്നൂല, അതുപോലും പാടില്ല എന്ന് പറഞ്ഞു. ചെറിയ രൂപത്തിൽ പോലും അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. വലാ തൻഹർഹുമാ, അതേപോലെ തന്നെ അവരെ വലിയ രൂപത്തിലും പ്രയാസപ്പെടുത്താൻ പാടില്ല. അപ്പൊ ഇതാണ് രണ്ടാമത്തെ ബാധ്യത. അവർക്ക് നന്മ ചെയ്യണം, അവരെ ഉപദ്രവിക്കരുത്. ചെറിയ രൂപത്തിൽ പോലും ഉപദ്രവിക്കരുത്. ചെറിയ രൂപത്തിൽ പോലും ഉപദ്രവിക്കരുത്. മൂന്നാമത്തെ ഇദ്ഖാലു സുറൂർ അലൈഹിമ, അവരെ സന്തോഷിപ്പിക്കണം. എന്താണ്? ഖുൽ ലഹുമാ ഖൗലൻ കരീമ, അവരോട് മാന്യമായി സംസാരിക്കുക. അതവർക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. മാതാപിതാക്കൾക്ക് ഒരുപാട് പൈസ കൊടുക്കുന്നതിനേക്കാൾ സന്തോഷമുള്ള കാര്യമായിരിക്കും അവരുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുക, മാന്യമായി ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത്. അതവർക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമായിരിക്കും.
കുറേ പൈസ കൊടുത്തിട്ട് ബാപ്പാനോട് ചൂടായതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് അവർക്ക് യാതൊരു സന്തോഷം ഉണ്ടാവില്ല. കറക്റ്റ് മാസാമാസം പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷെ ബാപ്പാനോട് എപ്പോഴും റഫായിട്ടാണ് പെരുമാറിയെങ്കിൽ അവർക്ക് പ്രത്യേകിച്ചൊരു സന്തോഷത്തിൽ കിട്ടൂല. എന്നാൽ ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ വളരെ വിനയത്തോടുകൂടി മാന്യമായി ബാപ്പാനോടും ഉമ്മാനോടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനോളം അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം ഉണ്ടാകില്ല. നാലാമത്തെ തവാദുഉ ലഹുമാ, അവരോട് വിനയം കാണിക്കണം. അതാണ് ആയത്തിന്റെ അടുത്ത ഭാഗത്ത് വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് മുമ്പിൽ താഴ്ത്തി കൊടുക്കുക. വിനയം കാണിക്കണം. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഞാനും നമ്മളൊക്കെ ചിന്തിക്കേണ്ട, നമ്മുടെ വീട്ടിലെ ഉമ്മ ഉപ്പ നമ്മളെ പേടിച്ചിട്ടാണ് ജീവിക്കുന്നത്. അവനെന്താ പറയുക, അവനെന്താ ചെയ്യുക എന്ന് പേടിച്ച് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് വിനയം കാണിക്കുന്നില്ല എന്നത് ഏറ്റവും വലിയ തെളിവാണത്. എത്രയോ രക്ഷിതാക്കൾ മക്കളെ പേടിച്ച് ജീവിക്കുന്നുണ്ട്. ഒന്ന് അവരുടെ ചെലവിലായിരിക്കുമ്പോൾ നിലവിൽ ജീവിക്കുന്നുണ്ടാകുക. നമ്മളെപ്പാനോട് എങ്ങനെ ഉമ്മാനോട് എങ്ങനെ ചിന്തിച്ചാൽ മതി. വിനയമുണ്ടോ, മാന്യമായിട്ടാണോ സംസാരിക്കുന്നത്, അവർക്ക് നന്മ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരൊരു ചെറിയ രൂപത്തിൽ പോലും ഉപദ്രവിക്കുന്നില്ല. അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അഞ്ചാമത്തെ ദുആഉ ലഹുമാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അഖുർ റബ്ബി ഇർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, ഇതാണ് തെളിവ്. ഈ 5 കാര്യങ്ങൾ ഇതൊരുത്തൻ ചെയ്യുന്നുണ്ടെങ്കിലാണ് അവൻ മാതാപിതാക്കളോട് നന്മ ചെയ്തു എന്ന് പറയാൻ പറ്റൂ. നമ്മളെ മനസ്സിൽ കുറിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്. ഉമ്മയുപ്പയുള്ള ആളുകൾ നന്മ ചെയ്യുക, അവരെ ചെറിയ രൂപത്തിലും വിഷമിപ്പിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അവരെ സന്തോഷിപ്പിക്കണം, അവരോട് വിനയം കാണിക്കണം, അതേപോലെ തന്നെ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. ഇത് 5 ഉണ്ടെങ്കിൽ ലാ തകൂനു മുഹ്സിനൻ ഇലാ വാലിദൈക ഇല്ലാ ബിഹാദിഹിൽ ഖംസ, ഈ 5 കാര്യങ്ങൾ ചെയ്താലല്ലാതെ നീ മാതാപിതാക്കൾക്ക് നിന്റെ ഉപ്പാക്കും ഉമ്മാക്കും നന്മ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. ശൈഖന പറയുന്നുണ്ട്, ദുആ ചെയ്യുമ്പോൾ മാതാപിതാക്കളെ കേൾപ്പിച്ചിട്ടും ദുആ ചെയ്യണം. അതെന്തിനാ? അത് അവർക്ക് ഒരു സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അവരുടെ മുമ്പിൽ വെച്ച് അവർക്ക് വേണ്ടി ദുആ ചെയ്യുക, അതവർക്ക് സന്തോഷം ഉണ്ടാക്കും. പതുക്കെയും ദുആ ചെയ്യണം. അതെന്താണ്? പതുക്കെ ദുആ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യത ഉള്ളത്. 2 രൂപത്തിലും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കാണാം. ഇത് വലിയ വിഷയം, നമുക്കറിയാം. മാതാപിതാക്കൾക്ക് ചെയ്യേണ്ട നന്മകൾ ശരിക്കും ഇത് പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ ഇഹപര ജീവിതം രക്ഷപ്പെടാനുള്ള വഴികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കാൻ കാരണം നമ്മുടെ വാപ്പാനോടും ഉമ്മാനുള്ള ഇടപാട് മോശമായതുകൊണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾക്ക് ഇബാദത്തിന് ലദ്ദത്ത് ലഭിക്കാത്തത് ദീനിയായി നമ്മൾക്ക് ഈമാനികമായി വർധനവ് ലഭിക്കാത്തത് ഇതുകൊണ്ടായിരിക്കും. ഉമ്മാന്റെ ഉപ്പാന്റെയും കുരുത്തവും പൊരുത്തവും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. റിദല്ലാഹി ഫീ റിദൽ വാലിദൈൻ, അള്ളാഹുവിന്റെ തൃപ്തി അവരുടെ തൃപ്തിയിലാണ്. സഖത്തുല്ലാഹി ഫീ സഖതിഹിമ, അവരുടെ വെറുപ്പിലാണ് അള്ളാഹുവിന്റെ വെറുപ്പുള്ളത്. അങ്ങേറ്റം പേടിക്കേണ്ട വിഷയമാണ്. അതിലൊക്കെ നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ നമ്മുടെ ദുനിയാവും പരലോകമൊക്കെ നന്നാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കണം എന്നില്ലാണ്. ഞാൻ എന്നെ കുറിച്ചാണ് പറയുന്നത്. റഗിമ അൻഫു റജുലിൻ, ഒരാൾ നിന്യനാകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പ്രാർത്ഥിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. സംഭവം നമുക്കറിയാം. ഇതിലൊന്നെന്താണ്? മാതാപിതാക്കളെ ലഭിച്ചിട്ട് അയാൾക്ക് സ്വർഗം കിട്ടിയില്ല എന്നാണ്. മാതാപിതാക്കളെ കൊണ്ട് നമുക്ക് സ്വർഗം കിട്ടണം. അവർക്ക് ഖിദ്മ ചെയ്ത് ഈ പറഞ്ഞതുപോലെ നന്മകൾ ചെയ്ത് സ്വർഗം കിട്ടേണ്ടതാണ്. എന്നാൽ നമ്മൾ അവരോട് അക്രമം കാണിച്ചാൽ നമ്മൾക്ക് നരകമായിരിക്കും ഉണ്ടാവുക. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മെല്ലാവരെയും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ, മാതാപിതാക്കളുള്ളവർ
അവർ അൽബാറു ലിവാലിദൈഹി എന്ന ദറജയിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും എത്തിക്കുമാറാവട്ടെ. നാലാമത്തെ ഒരു വസിയ്യ, അലൈക അയ്യുഹ ശാബ് അൻ തകൂന ഖരീബൻ മിൻ അഹ്ലിൽ ഇൽമി വഅകാബിരി അഹ്ലിൽ ഫദ്ൽ. നീ അറിവുള്ള ആളുകളുമായി നിനക്ക് അടുപ്പുണ്ടാകണം. അറിവുള്ള ആളുകൾ, പണ്ഡിതന്മാരുമായി നിനക്ക് അടുപ്പമുണ്ടാകണം. تستمع إلى أقوالهم وتسترشد بفتاواهم وتنتفع بعلومهم وتستشير فيما أهمك. നീ അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം, അവരിൽ നിന്ന് അറിവ് സ്വീകരിക്കണം, അവരിൽ നിന്ന് പഠിക്കണം, അവരുടെ ഇൽമ് നീ ഉപയോഗപ്പെടുത്തണം. നിന്റെ കാര്യങ്ങൾ നീ അറിവുള്ള ആളുകളോട് ചർച്ച ചെയ്യണം, മുശാവറ ചെയ്യണം. പണ്ഡിതന്മാർ, വിവരമുള്ള ആളുകൾ, അവരുമായി ബന്ധമുണ്ടാക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ദീൻ പണ്ഡിതന്മാരിൽ നിന്ന്, അറിവുള്ള ആളുകളിൽ നിന്ന് പഠിക്കണം എന്നാണ് അടുത്ത ഉപദേശം. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. യുവാക്കൾ, പ്രത്യേകിച്ചും യുവാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പഠിക്കാൻ സാധിക്കുക. അതുപോലെ പഠിക്കാൻ ചിലപ്പോൾ പ്രായമുള്ള സമയത്ത് പറ്റൂല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ ദീനി പഠനത്തിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ യുവത്വ സമയം തന്നെയാണ്. ഈ ഒരു സമയത്ത് തന്നെയാണ്. കുറേ യുവാക്കളാണുള്ളത്. ഈ സമയത്ത് നമ്മൾക്ക് ദീൻ പഠിക്കാൻ, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ സാധിക്കും. നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മൾ ധാരാളമായി കേട്ടിട്ടുണ്ടാകും. ദുനിയാവിൻ്റെ വിഷയമൊക്കെ നന്നായിട്ട് പഠിച്ച ആൾ ഈ കൂട്ടത്തിലുണ്ടാകും. അതിനുവേണ്ടി അവരുടെ തയ്യാറെടുപ്പും കാര്യങ്ങളൊക്കെ ഓരോരുത്തരും അവരുടെ കാര്യം ചിന്തിച്ചാൽ മതി. പക്ഷെ അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കലാമിനെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ ദീൻ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച്, ഹദീസുകളെക്കുറിച്ച് ഇത് ഗൗരവത്തിൽ പഠിക്കാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. നമ്മൾ വേറെ ഉള്ള ആളെ കുറിച്ച് അയാളെങ്ങനെ പഠിക്കണ്ടോ ഒന്നും നോക്കണ്ട. ഞാൻ എന്താണ് പഠിക്കുന്നുണ്ടോ, ഞാൻ ഈ തലബുൽ ഇൽമിൻ്റെ വിഷയത്തിൽ എങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കുന്ന വിഷയത്തിൽ എൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഒരു സത്യസന്ധമായൊരു പരിശോധന നടത്തണം. അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മൾ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എന്നുള്ള ചിന്ത യുവാക്കൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാം ആയി, കുറച്ചൊന്നും കിട്ടും. ഒരു പഠന രംഗത്തേക്കൊക്കെ വന്ന് കുറച്ചുണ്ടാകുമ്പോൾ എനിക്കെല്ലാം കിട്ടി എന്ന ചിന്ത അപകടമാണ്. നമ്മൾ പഠിക്കുക, തദർറുജിയായി. ഇപ്പം ആദ്യം പഠിക്കേണ്ടത് പഠിച്ച് മെല്ലെ അള്ളാഹ്ക്ക് വേണ്ടി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജുൻദുബ് ബിൻ അബ്ദുല്ലാ അൽ ബജലി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്ന മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വനഹ്നു ഫിതിയാനുൻ ഹസാവിറ. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയായിരുന്നു. ഞങ്ങൾ നല്ല ശക്തന്മാരായ യുവാക്കളായിരുന്നു. فتعلمنا الإيمان قبل أن نتعلم القرآن. ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈമാൻ എന്താണെന്ന് പഠിച്ചു. ثم تعلمنا القرآن فازددنا به إيمانا. പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചപ്പോൾ ഞങ്ങളുടെ ഈമാൻ വർദ്ധിച്ചു. നോക്കൂ, യുവാക്കളായിരിക്കെ അവർ ദീൻ പഠിച്ച കാര്യമാണ് ജുൻദുബ് അൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. യുവാക്കളായിരിക്കെ പഠിക്കുക അള്ളാഹുവിൻ്റെ ദീൻ. അതിന് യാതൊരു മടി കാണിക്കേണ്ട കാര്യമില്ല. യുവാക്കൾ ദീൻ പഠിക്കണം, പ്രായം ചെന്നാലും പഠിക്കണം. നമ്മൾ ഒരു മടി കാണിക്കേണ്ട ആവശ്യമില്ല. കുറേ പ്രായമായി, ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മകൻ്റെ പ്രായമുള്ള ആളുടെ മുമ്പിൽ സദസ്സിലിരുന്ന് എങ്ങനെ ദീൻ പഠിക്കാം എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു ഖുറൈശികളുടെ കൂട്ടത്തിലെ വലിയ പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് പഠിക്കാൻ. അപ്പോൾ മുആദ് ഇബ്നു ജബലിന് അദ്ദേഹത്തിൻ്റെ വയസ്സിനേക്കാൾ 50 വയസ്സ് കുറവാണ്. 50 വയസ്സ് കുറവാണ്. അപ്പോൾ 50 വയസ്സിന് മുകളിലാണ് ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു അൻഹു. അപ്പം അദ്ദേഹത്തോട് ചോദിച്ചു, അൻത തഅലമു അലാ യദി ഹാദൽ ഗുലാം. ഈ കുട്ടിൻ്റെ അടുത്ത് നിന്നാണോ താങ്കൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. അൻത തതഅല്ലമു അലാ യദി ഹാദൽ ഗുലാം. അപ്പം അദ്ദേഹം ഹക്കീം ഇബ്നു ഹിസാം റഹിമഹുല്ലാഹ് കൊടുത്ത മറുപടി, പ്രായമുള്ള ആളുകൾ തലബുൽ ഇൽമിന് വേണ്ടി ഇറങ്ങുമ്പോൾ ആരെങ്കിലും പരിഹസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ നിലയ്ക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇത് പറഞ്ഞാൽ മതി. ഇന്നമാ
അഹ്ലകന അത്തകബ്ബുർ, നമ്മളെ അഹങ്കാരമാണ് നശിപ്പിച്ചു കളഞ്ഞത് എന്ന് പറഞ്ഞു. അഹങ്കരിക്കേണ്ട കാര്യമല്ല. അള്ളാഹുവിൻ്റെ ദീൻ ചിലപ്പോൾ നമ്മളെയൊക്കെ പ്രായം കുറഞ്ഞ ആളുകൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടാകും, കൂടുതൽ അറിവ് അവർക്കുണ്ടാകും. അവരുടെ അടുത്തുനിന്ന് ഇത് പഠിക്കുക എന്നുള്ളത് മോശപ്പെട്ട കാര്യമല്ല. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, കുറച്ചൊന്ന് പഠിക്കുമ്പോഴേക്ക് നമുക്കെല്ലാം കിട്ടി എന്ന ചിന്താഗതി അപകടമാണ്. ശൈഖ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണും, ആഫത്തു ശബാബിൽ മുസ്ലിം ഫിൽ അസ്റിൽ ഹാദിർ, ഈ കാലഘട്ടത്തിലെ മുസ്ലിം യുവാക്കൾക്കുള്ളൊരു പ്രശ്നമാണ് അന്നഹും ലിമുജറദി അൻ യശ്ഉറൂ ബിഅന്നഹും അറഫു ശൈഅൻ മിനൽ ഇൽം, എന്തെങ്കിലും ഒരു കുറച്ച് പഠിക്കുമ്പോഴേക്കും റഫഉ ബിഹി റൂസഹും വظنوا അന്നഹും ഖദ് അഹാതു ബികുല്ലി ശൈഇൻ ഇൽമാ, അവർ പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ, അപ്പോഴേക്കും അവർ എന്തെല്ലാം നേടി ഒരുപാടായിട്ടുണ്ട് എന്ന തോന്നൽ അവർക്ക് വരിക എന്നുള്ളത്. ഫതസല്ലത അലൈഹിമുൽ ഖുറൂർ വൽ ഉജ്ബ്, ഉജ്ബും ഖുറൂറൊക്കെ അവരെ അതിജയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മതിപ്പ്, ഞാൻ തിരക്കേടില്ല എന്നുള്ള ചിന്ത അവർക്ക് വരാൻ പാടില്ല. പഠിക്കും തോറും നമുക്ക് വിനയം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വനഖ്ശ അൻ യശ്മലഹും ഖൗലുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസു മുഹ്ലികാത്ത്, 3 കാര്യങ്ങൾ നമ്മൾ നശിപ്പിച്ചു കളയുന്ന കാര്യമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലൊന്ന് വയഅജാബു കുല്ലി ദി റഅയിൻ ബിറഅയിഹി, ഇജാബുൽ മർഇ ബിനഫ്സി, ഒരാൾക്ക് സ്വന്തത്തെക്കുറിച്ച് ഞാൻ തിരക്കേടില്ല എന്ന ചിന്ത വന്നാൽ അത് നമ്മൾ നശിപ്പിച്ചു കളയും. അതും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 5ാമത്തെ ഒരു ഉപദേശം ശൈഖ് നടത്തിയിട്ടുള്ളത് വഅലൈക അയ്യുഹ ശാബ് അൻ തകൂന മുഹഖിഖൻ മാ ഔജബഹു അല്ലാഹു അലൈക മിൻ സമഇൻ വതാഅത്തിൻ ലിവലി അംരിക്. വലിയുൽ അംർ, മുസ്ലിം ഭരണാധികാരി, അവർക്ക് കൊടുക്കേണ്ട സമഉം താഅത്തും അല്ലാഹു നിർബന്ധമാക്കിയതാണ്. അത് നീ നിറവേറ്റുന്നതിൽ ശ്രദ്ധിക്കണം. മുസ്ലിം ഭരണാധികാരിക്ക് അനുസരണ, സമഉം താഅത്തും കൊടുക്കുക എന്നുള്ളത്. ഫഇന്ന ഫീ ദാലിക അന്നജാത്ത്, നിനക്ക് അതിൽ രക്ഷയുണ്ട്. വഅമ്മ അത്തുറുഖുൽ ഖായിമതു അലൽ ഇഫ്തിയാത്തി അലാ വുലാത്തിൽ അംർ, ഈ ഭരണാധികാരികളെ മറികടന്ന് പ്രവർത്തിക്കുക പോലെയുള്ള വഴികൾ, വൽ ഖുറൂജി അനിൽ ജമാഅ, ജമാഅത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ഭരണാധികാരികൾക്കെതിരെ തിരിയ, വനസ്ഇൽ യദി മിന ത്വാഅ, ഭരണാധികാരികളുള്ള അനുസരണം അതിൽ നിന്ന് പിന്മാറുക, ഈ പോലെയുള്ള പ്രവർത്തനം ഫഇന്നഹ ലാ തുഫ്ദി ബിഅഹ്ലിഹാ ഇല്ലാ ഇല ശുറൂരി വൽ ഹലക, ഇത് നാശത്തിലേക്കല്ലാതെ എത്തിക്കുകയില്ല. മുസ്ലിം ഭരണാധികാരികളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വഅത്തിഉർ റസൂൽ ഉലിൽ അംരി മിൻകും, അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു മുസ്ലിം ഭരണാധികാരികളെ അനുസരിക്കണം. അവർ അല്ലാഹു ഹറാമാക്കിയ വല്ലതും ഹറാമാക്കാത്തിടത്തോളം കാലം നന്മയിൽ അവരെ അനുസരിക്കണം എന്നർത്ഥം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അലൽ മർഇൽ മുസ്ലിമി സമഉ വത്താഅ ഫീമാ അഹബ്ബ വകരിഹ്, ഒരു മുസ്ലിമിന് ഭരണാധികാരിക്ക് സമഉം താഅത്തും കൊടുക്കുന്നത് അവന് ഇഷ്ടമുള്ള കാര്യമാണെങ്കിലും ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിലും ഭരണാധികാരിയെ അവൻ അനുസരിച്ചിരിക്കണം. ഇല്ല അൻ യുഅ്മറ ബിമഅസിയ, അവനോട് വല്ല തിന്മയും കൽപ്പിച്ചാലൊഴികെ. ഫഇദാ ഉമിറ ബിമഅസിയത്തിൻ ഫലാ സമഅ വലാ താഅ, തിന്മ കൽപ്പിച്ചാൽ അവിടെ അനുസരിക്കേണ്ട കാര്യമില്ല. ലാ താഅത ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്, അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെ നമ്മൾ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ അല്ലാത്ത പക്ഷം അവരെ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാഅനി ഫഖദ് അതാഅ അല്ലാഹ്, ആര് എന്നെ അനുസരിച്ചുവോ അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കും. വമൻ യഅസിനി ഫഖദ് അസല്ലാഹ്, ആര് എന്നെ ധിക്കരിച്ചിരിക്കുന്നോ അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. വമൻ യുതിഇൽ അമീറ ഫഖദ് അതാഅനി, ആര് ഭരണാധികാരിയെ അനുസരിച്ചോ അവൻ എന്നെ അനുസരിച്ചിരിക്കുന്നു. വമൻ യഅസിൽ അമീറ ഫഖദ് അസാനി, ആര് അമീറിനെ ധിക്കരിച്ചോ അവൻ എന്നെ ധിക്കരിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.
മുസ്ലിം ഭരണാധികാരികളോടുള്ള മര്യാദയാണ്. ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലൈസ മിൻ മൻഹജി സലഫ്, സലഫുകളുടെ വഴിയിൽപ്പെട്ടതല്ല അത്തശ്ഹീറു ബിഉയൂബിൽ ഉലാത്ത്, മുസ്ലിം ഭരണാധികാരികളുടെ കുറവുകൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിം ഭരണാധികാരികളുണ്ട് മുസ്ലിം രാജ്യങ്ങളിൽ, ഒരു കുറവുകളുണ്ടാകും, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ശൈലിയല്ല. വദിക്റു ദാലിക അലൽ മനാബിർ, അത് മിമ്പറുകളിൽ സംസാരിക്കുക എന്നുള്ളത് സലഫിന്റെ മാർഗമല്ല. لأن ذلك يفضي إلى الفوضى وعدم السمع والطاعة في المعروف, അത് ഫൗദയിലേക്ക് എത്തിക്കും. അതേപോലെ തന്നെ ഭരണാധികാരിയെ അനുസരിക്കണം, നന്മയുടെ വിഷയത്തിൽ അനുസരിക്കണം എന്നത് ആളുകൾ അനുസരിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഫൗദ എന്ന് ഒരു അരാജകത്വം, ഒരു തർത്തീബില്ലാത്ത അവസ്ഥ, അതിലേക്കെത്തും. വയുഫ്ദി ഇലൽ ഖൗദി അല്ലദി യദുറു വലാ യൻഫഉ, ഒരു ഉപകാരമില്ലാത്ത ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യത്തിലേക്ക് എത്തിക്കും. എന്നാൽ വലാകിന്ന ത്വരീഖത്തൽ മുത്തബഅ ഇൻദ സലഫ് അന്നസീഹതു ഫീമാ ബൈനഹു ബൈന സുൽത്താൻ, സലഫുകളുടെ ശൈലി എന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് സ്വകാര്യമായി നസീഹത്ത് കൊടുക്കുക എന്നുള്ളതാണ് ശരിയായ ശൈലി. വൽ കിതാബത്തു ഇലൈഹി, അതവർക്ക് ഒരു കത്തായിട്ട് കൊടുക്കുക, അല്ലാതെ പരസ്യമായിട്ട് സംസാരിക്കലല്ല. അവലിത്തിസാലു ബിൽ ഉലമ അല്ലദീന യത്തസിലൂന ബിഹി ഹത്താ യുവജ്ജഹ ഇലൽ ഖൈർ, അല്ലെങ്കിൽ ഈ ഭരണാധികാരികളുമായി ബന്ധമുള്ള ഉലമാക്കളിലേക്ക് അത് എത്തിക്കുക. അങ്ങനെയാണ് അവരോട് നന്മ കൽപ്പിക്കേണ്ട, തിന്മ വിരോധിക്കേണ്ട ശൈലി എന്ന് ഇബ്നു ബാസ് റഹിമഹു. അല്ലാതെ അത് പരസ്യമായിട്ട് പറയാം, നമ്മളത് പറയേണ്ട കാര്യമില്ല. മുസ്ലിം ഭരണാധികാരികൾ അവരെക്കുറിച്ച് പറയുക, ഉള്ളത് തന്നെ ആയിരിക്കും. ഉള്ളത് പറഞ്ഞാൽ എന്താണ്? ഒരു മുസ്ലിം ഭരണാധികാരിയെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൗദി അറേബ്യയിലെ ഒരു ഭരണകൂടത്തെക്കുറിച്ച് നമ്മൾ പറയാന്നുള്ളത് ഇസ്ലാമിക രാജ്യമാണ്. അവിടുത്തെ ഒരു ഭരണാധികാരി എന്തെങ്കിലും തെറ്റ് ചെയ്തതിന് അത് പറയാന്നുള്ളത് എന്താണ്? ഏറ്റവും ചുരുങ്ങിയ എന്താണ്? ഗീബതൻ, ഉള്ളത് പറയണതിന് എന്ത് പറയാം? ദിക്റുക അഖാക ബിമാ യക്റ, അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് ഇഷ്ടമില്ലാത്ത അയാളുടെ തിന്മ പറയാം. പണ്ഡിതന്മാർ പറഞ്ഞു, ഗീബത്തിന്റെ അപകടം വർദ്ധിക്കും. അതാരെ പറ്റിയാണ് പറയുന്നതനുസരിച്ച്. ഒരു പണ്ഡിതനെ കുറിച്ച് ഗീബത്ത് പറയുന്നത് പോലെ ആവില്ല ഒരു സാധാരണക്കാരനെ കുറിച്ച് ഗീബത്ത് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ഭരണാധികാരിയെ കുറിച്ച് ഗീബത്ത് പറയുന്നത് പോലെ ആകില്ല മറ്റൊരാളെ കുറിച്ച് ഗീബത്ത്. അതുകൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഗീബത്താണ്. അവരിലുള്ള തിന്മ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മളത് പറയേണ്ട കാര്യം. അതുകൊണ്ട് ഖൈറുള്ളത് ഒരു ഖൈറുമില്ല. നമുക്ക് ഗീബത്തു കബീറത്തുൻ മിൻ കബായിറുദ് ദുനൂബ്, വൻ പാപമാണത്, കുറ്റം കിട്ടും. ആറാമത്തെ വസിയ്യ, വഅലൈക അയ്യുഹ الشاب أن تعمل في أيامك ولياليك على تحصين نفسك بذكر الله جل وعلا. നീ നിന്നെ സംരക്ഷിക്കണം അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട്, രാവും പകലും. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്. ദിക്റുള്ളയുടെ കാര്യം നീ ശ്രദ്ധിക്കണം. അതാണ് ആറാമത്തെ വസിയ്യ. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം. وأن تكون مواظبا على الأذكار الموظفة في الصباح والمساء, രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ശറഅാക്കപ്പെട്ടിട്ടുള്ള പ്രാർത്ഥനകളുടെ കാര്യത്തിൽ, അദ്കാറുകളുടെ കാര്യത്തിൽ നിനക്ക് അത് പതിവായി നീ നിർവഹിക്കണം. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട അദ്കാറുകൾ. وأدبار الصلوات والدخول والخروج والركوب ونحو ذلك, നിസ്കാരത്തിന് ശേഷമുള്ള, വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ, പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, വനഹ്വിദ, ഇതുപോലെയുള്ള അദ്കാറുകൾ നീ പതിവാക്കണം. فإن ذكر الله عز وجل عصمة من الشيطان وأمنة لصاحبه من الضرر والبلاء, അത് പിശാചിൽ നിന്നുള്ള സുരക്ഷയാണ്, മറ്റു അപകടങ്ങളിൽ നിന്ന്, അവന് പരീക്ഷണങ്ങളിൽ നിന്ന് സുരക്ഷയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ധാരാളം ശ്രേഷ്ഠതയുള്ള കാര്യം നമുക്കറിയാം. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ സ്മരിക്കുക എന്നുള്ളത് അതിന് ഏറ്റവും ഉയർന്ന മർത്തബയാണ്. ദിക്റുൽ ഖൽബി വൽ ലിസാനി മഅൻ, ഹൃദയത്തിലും നാവിലും ഒന്നിച്ചു ഓർക്കുക. നാവ് കൊണ്ട് പറയുന്നു, ഹൃദയത്തിലത് അതിൻ്റെ അർത്ഥവും ആശയവും ചിന്തിച്ചുകൊണ്ട് പറയുക. അതാണ് മറാത്തിബു ദിക്ർ, അതിൻ്റെ ഏറ്റവും ഉയർന്ന മർത്തബ. അടുത്ത മർത്തബ ദിക്റുല്ലാഹി ബിൽ ഖൽബ്,
ഹൃദയത്തിൽ അള്ളാഹുവിനെ ഓർക്കുക. മൂന്നാമത്തെ ദിക്റുല്ലാഹി ബിൽ ലിസാൻ, ഏറ്റവും ഉയർന്ന മർത്തബ ദിക്റുല്ലാഹി ബിൽ ഖൽബി വൽ ലിസാനി മഅൻ, ഹൃദയത്തിലും നാവിലും അള്ളാഹുവിനെ ഓർക്കുക. ഇത് ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. ധാരാളം ശ്രേഷ്ഠതകൾ ദിക്റുള്ളക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം, പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ഒരുപാടുണ്ട്. അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞതും ഹദീസുകളിൽ ധാരാളം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഉദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. അള്ളാഹുവിനെ ഓർക്കുക എന്നല്ല പറഞ്ഞു, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുക. വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഒരാൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ത്, ധാരാളം ശ്രേഷ്ഠതകളുള്ള ഇബാദത്താണ് ദിക്റുള്ള. ഞാൻ എന്നോടും നിങ്ങൾ നിങ്ങളോടും സ്വന്തത്തോട് ചോദിക്കേണ്ട കാര്യമാണ്, ഈ ദിക്റുള്ളയുടെ വിഷയത്തിൽ നമ്മുടെ അവസ്ഥ എന്താണ്? വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും, ആ കൂട്ടത്തിൽ ഞാനും നിങ്ങളും പെട്ടിട്ടുണ്ടാകുമെന്നുള്ളത് പരിശോധിക്കുക. നമ്മൾ ദിക്ർ ചെയ്യുന്നുണ്ടാകും, പക്ഷെ ധാരാളമായി ദിക്ർ ചെയ്യുന്നുണ്ടോ? വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത് എന്ന പരിധിയിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, കസ്റതു ദിക്രില്ലാഹി അസ്സ വജല്ല അമാനും മിനൻ നിഫാഖ്, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നിഫാഖിൽ നിന്നുള്ള രക്ഷയാണ്, കാപ്പട്യത്തിൽ നിന്നുള്ള രക്ഷയാണ്. ഫൈനൽ മുനാഫിഖീന ഖലീലു ദിക്രില്ലാഹി അസ്സ വജല്ല, മുനാഫികൾ കുറച്ച് അള്ളാഹുവിനെ ഓർക്കുള്ളൂ. അതുകൊണ്ട് ധാരാളം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് നിഫാഖിൽ നിന്നുള്ള രക്ഷയാണ്. ഞാൻ നിങ്ങൾ പരിശോധിക്കണം, നമ്മൾ ദിക്റുള്ള കുറവാണെങ്കിൽ അത് നിഫാഖാണോ നമ്മൾ പേടിക്കണം. വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ അള്ളാഹുവിനെ കുറച്ചേ ഓർക്കുള്ളൂ, തീരെ ഓർക്കില്ല എന്ന് പറഞ്ഞില്ല, കുറച്ച് ഓർക്കും. ധാരാളമായി ഓർക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ നിങ്ങളുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാഹ് പറഞ്ഞു, ലാ യകൂനു റജുലു മിനദ്ദാകിരീന അല്ലാഹ കസീറൻ, ഒരാൾ അള്ളാഹുവിനെ ധാരാളമായി ഓർത്തു എന്ന് പറയണമെങ്കിൽ ഹത്താ യദ്കുറല്ലാഹ ഖായിമൻ വഖായിദൻ വമുത്തജിഅ, കിടന്നും നിന്നും ഇരുന്നൊക്കെ നടന്നൊക്കെ ഓർക്കുമ്പോഴാണ്, ദിക്ർ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിനെ ധാരാളമായി ഓർത്തു എന്ന് പറയാൻ പറ്റും. ധാരാളമായി അള്ളാഹുവിനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാ അവസ്ഥയിലും, കിടക്കുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴൊക്കെ അള്ളാഹുവിനെ സ്മരിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഇബ്നു അസ്സലാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ വാചകം വളരെ പ്രസിദ്ധമാണ്. മൻ ഹാഫള അല അദ്കാരി സ്വബാഹി വൽ മസാ വഅദ്കാരി ബഅദ സ്വലവാത്ത് വഅദ്കാരി നൗം ഉദ്ദ മിന ദാകിരീന അല്ലാഹ കസീറ, നമ്മളും നമ്മുടെ വീട്ടുകാരൊക്കെ ഏറ്റവും മിനിമം ഈ ധാരാളം അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഈ 4 ദിക്ർ നമ്മുടെ ജീവിതത്തിലുണ്ടോയെന്ന് പരിശോധിച്ചാൽ മതി. ഒന്ന്, രാവിലെയും വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ. അതേപോലെ തന്നെ 5 വക്ത് നിസ്കാരത്തിന് ശേഷമുള്ള അദ്കാർ, പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ദിക്റുകൾ. ഇത് പതിവായി നമ്മൾ ചെയ്യുന്നുണ്ടോ? പതിവായിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഉദ്ദ മിന ദാകിരീന അല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി ഓർക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ കണക്കാക്കപ്പെടും. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കാൻ നമ്മൾക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പലതും നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഒരുപാട് ദിക്റുകളുണ്ട്. അതിനു പുറമെ നമ്മൾ അള്ളാഹുവിൻ്റെ ദീനിയായ മജ്ലിസുൽ ഇൽം, ഇൽമിൻ്റെ മജ്ലിസിൽ പങ്കെടുക്കുക എന്നുള്ളത് ദിക്റുള്ളയാണ്. ഖുർആന്റെ പാരായണം ദിക്റുള്ളയാണ്. ഈ അർത്ഥത്തിലൊക്കെ ദിക്റുള്ളയെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഉബൈദ് ഇബ്നു ഉമൈർ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇന്ന അയാകുമുൽ ലൈലു അൻ തുകാബിദൂഹു വഖിഫ്തുമുൽ അദുവ അൻ തുജാഹിദൂഹു വബഖിൽതും ബിൽ മാലി അൻ തുൻഫിഖൂഹു. നിങ്ങൾക്ക് രാത്രി കൂടുതൽ നിസ്കരിക്കാൻ പറ്റുന്നില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് പേടിയുണ്ട്, ധാരാളമായി സമ്പത്ത് ചെലവഴിക്കാനുള്ള ഔദാര്യ മനസ്സില്ല, പിശുക്കാൻ.
ഫഅക്സിറൂ മിൻ ദിക്രില്ലാഹി അസ്സ വജല്ല. അങ്ങനെ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുക, ധാരാളമായിട്ട് ഓർക്കുക. ഇതാർക്കും പറ്റുന്ന പണിയാണ്, ഏത് സമയത്തും പറ്റുന്ന പണിയാണ്. സമ്പത്തിന് ചെലവില്ല, പ്രത്യേകിച്ച് വലിയ അധ്വാനമല്ല. ധാരാളമായി ചെറിയ അധ്വാനത്തിൽ കൂടുതൽ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കുന്ന മഹത്തരമായ ഇബാദത്താണ് ദിക്റുല്ലാഹ് എന്നുള്ളത്. നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇവിടെ പരിശോധിക്കപ്പെടേണ്ട വിഷയം ഇതിൽ ഞാൻ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രം. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. വേറൊരാളെക്കുറിച്ച് ഈ ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ക്ലാസ് എടുക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളൊക്കെ വദ്ദാക്കിരീന അല്ലാഹ കസീറൻ വദ്ദാക്കിറാത്ത്, ഈ പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ സ്ത്രീകളായിട്ടുള്ള ആളുകൾ ഇത് കേൾക്കുന്നുണ്ട്. അവരും ധാരാളമായി അള്ളാഹുവിനെ സ്മരിക്കുന്ന ഒരു ദാക്കിറത്തായി, ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുന്ന ദാക്കിറായി നമുക്കൊക്കെ മാറാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഏഴാമത്തെ വസിയ്യ, അലൈക അയ്യുഹ ശാബ് അൻ യകൂന ലക വിർദുൻ യൗമിയ്യുൻ മഅ കിതാബില്ലാഹ് ലിയത്മഇന്ന ഖൽബുക فإن كتاب الله عز وجل طمأنينة للقلوب وسعادة لها في الدنيا والآخرة. നിനക്ക് ഓരോ ദിവസവും പതിവായി ഖുർആനിൽ നിന്നൊരു ഭാഗം പഠിക്കാൻ, പാരായണം ചെയ്യാൻ ഉണ്ടാകണം. ഔറാദ് യൗമിയ അല്ലെങ്കിൽ വിർദുൻ യൗമി എന്ന് പറയും. ഓരോ ദിവസവും പതിവായി ചെയ്യുന്ന ഒരു അളവ് നമുക്കുണ്ടാകണം. എൻ്റെ ഹൃദയത്തിന് സമാധാനം ഉണ്ടാകാൻ. ഖുർആനിൻ്റെ പാരായണത്തിലൂടെ ഹൃദയത്തിന് സമാധാനമുണ്ടാകും. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന് സമാധാനം ശാന്തി വേണോ? അള്ളാഹുവിനെ സ്മരിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിൻ്റെ ഖുർആൻ പാരായണം ചെയ്യുക. ഈ കൂട്ടത്തിലിരിക്കുന്ന ഞാൻ നിങ്ങളൊക്കെ ഖുർആൻ അത് പാരായണം ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് പതിവായിട്ട് നമ്മൾക്ക് ഒരളവുണ്ടാകണം. അത് കൃത്യമായി പാലിക്കുക. അത് കുറച്ചാണെങ്കിലും അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹ വഇൻ ഖല്ല, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള അമലുകൾ അത് കുറച്ചാണെങ്കിലും പതിവായി ചെയ്യുന്നതാണ്. കാന അമലുഹു ദീമ, റസൂലിൻ്റെ അമല് പതിവായി ചെയ്യുന്നതായിരുന്നു. കുറച്ചാണെങ്കിലും അത് പതിവായി നിലനിർത്തുക എന്നുള്ളത്. പിന്നെ മൗസിമുൻ ഉഖ്റവി, ധാരാളമായി നന്മകൾ കൂടുതലായി ചെയ്യേണ്ട സീസണുകൾ വരും. നോമ്പ്, ദുൽഹിജ്ജ പോലെയുള്ള ആ സമയത്ത് നമ്മൾ കൂടുതൽ ചെയ്യുക. പക്ഷെ അല്ലാത്ത സന്ദർഭത്തിൽ നമ്മൾ പതിവായി നമ്മൾക്ക് ഇബാദത്തുകൾ ഉണ്ടാകണം. അതിൽപ്പെട്ടതാണ് ഖുർആനിൻ്റെ പാരായണം. എല്ലാ ദിവസവും ചുരുങ്ങിയത് ഇത്ര അങ്ങനെ ഒരു വിർദുൻ യൗമി ഉണ്ടാകണം. അതാണ് അടുത്ത വസിയ്യ. അടുത്തൊരു വസിയ്യ, എട്ടാമത്തെ വസിയ്യ, അലൈക അയ്യുഹ ശാബ് അൻ തുക്സിറ മിൻ ദുആഇല്ലാഹി അസ്സ വജല്ല. നീ അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യണം. ദുആയാണ്, പ്രാർത്ഥന. നോക്കിതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും നോക്ക്. ഇതൊക്കെ വളരെ എല്ലാറ്റിനും ധാരാളം ശ്രേഷ്ഠതയുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മൾ കൃത്യമായി പാലിച്ചാൽ നമ്മുടെ രണ്ട് ലോകവും നന്നാകും. അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യത്തിൽ നീ ധാരാളമായി ദുആ ചെയ്യണം, ധാരാളമായി ദുആ ചെയ്യണം. ഇപ്പോൾ ഖുർആന്റെ പാരായണം പറഞ്ഞു, ദിക്റുള്ള പറഞ്ഞു, തലബുൽ ഇൽമ് പറഞ്ഞു. നോക്ക് അടുത്തത് ദുആ, അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതിൽ പ്രധാനപ്പെട്ട വിഷയം അൻ യുസബ്ബിതക അലൽ ഹഖ് വൽ ഹുദാ വഅൻ യുഈദക മിനശ് ശർരി വർ-റജാ ഫഇന്ന അദ്ദുആ മിഫ്താഹു കുല്ലി ഖൈറിൻ ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ഹഖിൽ അടിയുറച്ചു നിൽക്കാൻ, തെറ്റിപ്പോകാതിരിക്കാൻ, ഈ ഹഖിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യണം. തിന്മയിൽ ചെന്ന് ചാടാതിരിക്കാൻ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കണം. എല്ലാ ഖൈറിൻ്റെയും താക്കോൽ ദുആയാണ്. അള്ളാഹുവിനോട് ധാരാളമായി ദുആ ചെയ്യുക. നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക, ധാരാളമായി പറയും. ഇദാ സഅല അഹദുക്കും ഫൽയുക്സിർ, നിങ്ങളൊരുത്തൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ധാരാളമായി ചോദിക്കട്ടെ. ഫഇന്നമാ യസ്അലു റബ്ബഹു, കാരണം അവൻ അവൻ്റെ റബ്ബിനോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ധാരാളമായി ചോദിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, എന്നോട് ദുആ ചെയ്യുക ഞാൻ ഉത്തരം നൽകും. അള്ളാഹു തആല ചെയ്ത വാഗ്ദാനമാണ്, അള്ളാഹു ഉത്തരം നൽകും. അള്ളാഹു തആല നൽകിയ വാഗ്ദാനമാണ്, അവനോട് ചോദിച്ചാൽ അള്ളാഹു ഉത്തരം നൽകും എന്നുള്ളത്. അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം തരും. അള്ളാഹു നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്.
അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിങ്ങൾ ചോദിക്കുക. ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാണ്, അള്ളാഹ് പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുക എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലം യഅ്മുർ ബിൽ മസ്അല ഇല്ലാ ലിയുഅതിയ, അള്ളാഹു ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ്. ചോദിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാനാണ്. അപ്പോൾ നമ്മളോട് ചോദിക്കാൻ അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നു. ചോദിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ചോദിച്ച കാര്യം നേർക്കുനേരെ ചിലപ്പോൾ നമ്മൾ ചോദിച്ച അതേ കാര്യം കിട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ തവണയും അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ ഒരു ഇബാദത്താണ് ചെയ്യുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും. പക്ഷെ ചില ഘട്ടങ്ങളിൽ നമുക്ക് അത് ഓർമ്മപ്പെടുത്തപ്പെടേണ്ടി വരും. നമ്മൾക്ക് വ്യക്തിപരമായി ഒരുപാട് പ്രയാസങ്ങളുണ്ടാകും. കുടുംബത്തിലുണ്ടാവും, മക്കളുടെ വിഷയത്തിലുണ്ടാവും, കച്ചവടത്തിലുണ്ടാവും, സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടാകും. നമ്മൾ കാലങ്ങളായി ദുആ ചെയ്യുന്നുണ്ടാകും. പക്ഷെ നമ്മൾ നിരാശപ്പെടരുത്. ചില സലഫുകൾ പറഞ്ഞതുപോലെ എൻ്റെ പേടി പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമോ എന്നുള്ളതല്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഉത്തരം നമ്മൾ ചോദിച്ചത് അങ്ങനെ തന്നെ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും അള്ളാഹുവിനെക്കുറിച്ച് നല്ലത് വിചാരിക്കുക. എപ്പോഴും മനസ്സിലാക്കേണ്ടത് മുഹമ്മദ് ബിൻ ഇബ്രാഹിം റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ വിഷയത്തിലൊരു ഒരു മനോഹരമായ നമ്മുടെ മനസ്സിൽ തട്ടിയൊരു വാചകമാണ്. നമ്മൾ ദുആ ചെയ്യും, ചിലപ്പോൾ നമ്മൾക്കത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. യുസ്തഹബ്ബു ലിദ്ദാഇ അൽ ഇജാബ, യുസ്തഹബ്ബു ഇന്തിളാറു ദാഇ അൽ ഇജാബ. ദുആ ചെയ്യുന്നയാൾ പ്രാർത്ഥന അതിന് ഉത്തരം പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് സുന്നത്താണ്. വസുആലുഹു ഇബാദ വൻതിളാറുൽ ഫറജി ഇബാദത്തുൻ ഉഖ്റ. ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നോക്ക്, നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതൊരു ഇബാദത്താണ്. പിന്നെ എൻ്റെ റബ്ബ് എനിക്കതിന് ഉത്തരം നൽകും എന്നുള്ള പ്രതീക്ഷ മറ്റൊരു ഇബാദത്താണ്. അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് പ്രാർത്ഥന മടുക്കൂല. ചില കാര്യങ്ങൾ ഇപ്പൊ നോക്ക്, സലഫുകളുടെ കൂട്ടത്തിൽ ചിലർ പറഞ്ഞത് കാണാം, ഇന്നി അദ്ഉല്ലാഹ ഫീ ഹാജത്തിൻ, അള്ളാഹുവിനോട് ചില കാര്യം ഞാൻ ദുആ ചെയ്യും. ഫൈദാ അഅതാനി ഇയ്യാഹ ഫരിഹ്തു മർറതൻ, ഞാൻ ചോദിച്ചത് അങ്ങനെ തന്നെ കിട്ടിയാൽ ഞാൻ ഒരു തവണ അതിൻ്റെ പേരിൽ സന്തോഷിക്കും. ചോദിച്ചത് കിട്ടിയാൽ. വൈദാ ലം യുഅതിനി ഇയ്യാഹ ഫരിഹ്തു 10 മർറാത്ത്, ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ 10 തവണ ഞാൻ അതിൻ്റെ പേരിൽ സന്തോഷിക്കുന്നതാണ്. ചോദിച്ചത് കിട്ടിയാൽ ഒരു തവണ, ചോദിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ 10 തവണ ഞാൻ സന്തോഷിക്കും. കാരണം ലിഅന്നൽ ഊല ഇഖ്തിയാരി, ഒന്നാമത്തെ എൻ്റെ ഇഖ്തിയാറാണ്. ഞാൻ ചോദിച്ച അങ്ങനെ തന്നെ കിട്ടി. വസാനിയ ഇഖ്തിയാറുള്ള, രണ്ടാമത്തേത് എനിക്ക് ഉത്തരം തരാതിരിക്കുക എന്നുള്ള അള്ളാഹുവിന്റെ തീരുമാനമാണ്. അതിൻ്റെ പേരിൽ ഞാൻ 10 തവണ സന്തോഷിക്കുന്നതാണ്. അപ്പോൾ നോക്ക്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, അതിൽ മടുപ്പ് വരരുത്, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായി പല കാര്യങ്ങളും ഉണ്ടാകും. റബ്ബിനോട് ചോദിക്കുക, അല്ലാഹു തആല ഉത്തരം നൽകും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് ഇദാ ജാഅ ഇബ്ലീസ് വന്നിട്ട് പറയും, ഫഖാൽ കം തദ്ഉഹു വലാ തുറാ ഇജാബതൻ, എത്രയും ദുആ ചെയ്യണം, ഉത്തരം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പിശാച് നമ്മുടെ മനസ്സിൽ വന്ന് മന്ത്രിച്ചാൽ, അങ്ങനെ പിശാച് നമ്മളെ മടുപ്പിക്കും. ചില ആളുകൾ പറയും കുറേ ദുആ ചെയ്തു നിർത്തി എന്ന് പറയും. അദ്ദേഹം പറഞ്ഞു, ഇദാ ജാഅ ഇബ്ലീസ് ഫഖാൽ കം തദ്ഉഹു വലാ തറാ ഇജാബ ഫഖുൽ, നീ അപ്പോൾ പറയുക, അന അതഅബ്ബദു ബിദ്ദുആ, ഞാൻ ദുആ കൊണ്ട് ഇബാദത്ത് ചെയ്യാണ്. വഅന മൂഖിനുൻ അന്നൽ ജവാബ ഹാസിൽ, എനിക്ക് ഉറപ്പാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും. അത് 3 രൂപത്തിലാണ് ഉത്തരം കിട്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദുആ കൊണ്ട് ഇബാദത്ത് ചെയ്യാൻ, അതുകൊണ്ട് ഉത്തരം കിട്ടിയാലും നമ്മൾ ചോദിച്ചത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ്, അത് ഇബാദത്താണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അതിൽ പ്രധാനപ്പെട്ടതാണെന്ത്, ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ. ഇത് വളരെ പ്രധാനമാണ്. നോക്ക്, എത്രയോ ആളുകൾ നമ്മൾ ദീനി രംഗത്തേക്ക് വന്നതിന് ശേഷം തന്നെ സജീവമായി ദീനി രംഗത്തുണ്ടായിരുന്ന ആളുകൾ എത്രയോ പിറകോട്ട് പോയ ഇത് നമ്മൾ നേർക്കുനേരെ കണ്ടിട്ടുണ്ട്. നാളെ പിറ്റേന്ന് നമ്മളും ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊരിക്കലും
ഒരു ഉജ്ബ് പിടികൂടരുത്, ഞാനൊന്നും തെറ്റൂല എന്നുള്ളത്. അള്ളാഹിനോട് ദുആ ചെയ്യണം. അൽ ഹിദായത്ത് ബിയദില്ലാ, അള്ളാഹുവിൻ്റെ അടുത്താണ് ഹിദായത്തുള്ളത്. അതുകൊണ്ട് അല്ലാഹുമ്മ യംഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബന അലാ ദീൻ ദുആ വർദ്ധിപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനോട് ഈ ഹഖിൽ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. 50-ാമത്തെ ഒരു വസിയ്യ, വഅലൈക അയ്യുഹശ്ശാബ് അൻ തകൂന ഹരീസൻ അലാ മുറാഫഖത്തിൽ അഖ്യാർ. നല്ല കൂട്ടുകെട്ട് ഉണ്ടാകാൻ നീ അതീവ താല്പര്യം കാണിക്കണം. നല്ല കൂട്ടുകെട്ട്, നമ്മളെല്ലാ ഭാഗവും ശരിയാക്കി നമ്മുടെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ നമ്മുടെ കാര്യം പോക്കൺ. നമ്മൾക്ക് ശരിയാകണം, നന്നാകണം, സ്വർഗത്ത് പോകണം, നന്നായി ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നല്ല കൂട്ടുകെട്ട് നമ്മൾ സ്ഥാപിച്ചേ പറ്റൂ. മുസാഹബത്തുൽ അബ്റാർ, وعليك أيها الشاب أن تكون حريصا على مرافقة الأخيار ومصاحبة الأبرار. നല്ല മനുഷ്യർ, നല്ല പുണ്യം ചെയ്യുന്ന ആളുകൾ, അവരുമായി കൂട്ടുകൂടാൻ നിനക്ക് അതീവ താല്പര്യമുണ്ടാകണം. وأن تجتنب أهل الشر والفساد. വൃത്തികെട്ട കൂട്ടുകെട്ട് നീ ഉപേക്ഷിക്കണം, അത്തരം ആളുകളുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിക്കണം. فإن في صحبة أهل الشر العطب. വൃത്തികെട്ട കൂട്ടുകെട്ടിലാണ് നാശമുള്ളത്, നശിച്ചു പോകും. നമ്മൾ നന്നാകണം എന്ന് തീരുമാനിച്ചു, കുറച്ചു കാലം മുന്നോട്ട് പോയി, നമ്മുടെ വൃത്തികെട്ട കൂട്ടുകെട്ട് നമ്മളെ നിലനിർത്തുന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മുടെ കൂട്ടുകെട്ട് എങ്ങനെയാണ് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ദീൻ. അത് ഉറപ്പാണ്. നമ്മൾ അത്ര പറഞ്ഞിട്ടും കാര്യമില്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് പോകൂല, ഞാൻ പിന്നെ അവരെങ്ങോട്ട് ക്ഷണിക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് മുജാലസി മുസാഹബി നിലനിർത്തുന്ന ആളുകളുണ്ടാകും. അവരെ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ചിരുന്ന സമയത്ത് നമ്മുടെ കൂട്ടുകാരായിട്ടുള്ള ആളുകൾ, അവരെ നമ്മൾ ഈ രംഗത്തേക്ക് ക്ഷണിക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷെ അവരെ കൂടെ ഇരുന്ന് ക്ഷണിക്കേണ്ട ആവശ്യമില്ല. എത്രയോ ആളുകൾ നമുക്കറിയാം ദീനി രംഗത്തേക്ക് വന്നു, പിന്നെ ആ കൂട്ടുകെട്ട് ഉപേക്ഷിക്കാത്തതിൻ്റെ പേരിൽ വീണ്ടും തിരിച്ചുപോയ ആളുകളുണ്ട്. അതുകൊണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അൽമർഉ ഫീ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും ഇലാ മൻ യുഖാലിൽ. കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും ഒരാൾ. നമ്മുടെ കൂട്ടുകാരൻ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ദീനിയായ നിലവാരം. അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഹരിസ് അല അൻ തസ്ഹബ ഉനാസൻ അഹ്ല ഖൈർ. നല്ല ആളുകളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കാൻ എനിക്ക് താല്പര്യമുണ്ടാകണം. ആ നല്ല ആളുകളുടെ 4 വിശേഷണം അദ്ദേഹം പറയാണ്. യുർഷിദൂനക ഇദാ ഗവൈത്. നീ തെറ്റിപ്പോയാൽ അവർ നിനക്ക് വഴി കാണിച്ചു തരും. യഹ്ദൂനക ഇദാ ളലൽത. നീ വഴികേടിലായ അവർ നിനക്ക് ഹിദായത്ത് നൽകും. യുദക്കിറൂനക ഇദാ നസീത്. നീ മറന്നുപോയാൽ അവർ നിന്നെ ഓർമ്മിപ്പിക്കും. അതാണ് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാർ. ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയത് തന്നെ, നമ്മൾക്കറിയാവുന്ന കാര്യം തന്നെ ചില ഘട്ടങ്ങളിൽ ഓർമ്മപ്പെടുത്തേണ്ടി വരും. ആളുകൾ മറന്നുപോകും, ശൈത്താൻ മറപ്പിക്കും, അപ്പോൾ ഓർമ്മപ്പെടുത്തേണ്ടി വരും. അങ്ങനത്തെ കൂട്ടുകാർ. യുഅല്ലിമൂനക ഇദാ ജഹിൽത. അറിവില്ലാത്തത് പഠിപ്പിച്ചു തരുന്ന കൂട്ടുകാർ. അങ്ങനെയുള്ള ആളുകളുമായി നീ കൂട്ടുകൂടണം. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മൾക്ക് ഉപദേശം തരുന്ന, നമ്മൾ തെറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് വഴി കാണിച്ചു തരുന്ന ആളുകളുമായി കൂട്ടുകൂടണം. അപ്പം നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിക്കണം. സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, ലിയകുൻ ജലീസുക മൻ യുസഹിദുക ഫിദ്ദുനിയ വയുറഗിബുക ഫിൽ ആഖിറ. നീ കൂട്ടുകൂടേണ്ടത് ദുനിയാവിൻ്റെ കാര്യത്തിൽ നിനക്ക് വിരക്തി ഉണ്ടാക്കുന്ന, പരലോകത്തിൻ്റെ കാര്യത്തിൽ നിന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളുമായിട്ടായിരിക്കും കൂട്ടുകെട്ടുണ്ടാകുന്നത്. ദുനിയാവിൻ്റെ കാര്യം പറഞ്ഞു പേടിപ്പിച്ച് ബുദ്ധിമുട്ടാക്കുന്ന ആളുകളായിട്ടല്ല. പരലോകത്തെക്കുറിച്ച് താല്പര്യമുണ്ടാക്കി ദുനിയാവിൻ്റെ കാര്യത്തിൽ നിന്നെ വിരക്തനാക്കുന്ന ആളുകളുമായിട്ടാണ് നിന്റെ കൂട്ടുകെട്ടുണ്ടാകേണ്ടത്. വഇയ്യാക വമുജാലസത അഹ്ലി ദുനിയ അല്ലദീന യഖൂദൂന ഫീ ഹദീസി ദുനിയ. വെറും ദുനിയാവ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ കൂടെ നീ കൂടരുത്. അങ്ങനെ കൂടെ നമ്മളും അങ്ങനെ തന്നെയാകും. ഫഇന്നഹും യുഫ്സിദൂന അലൈക ദീനക വഖൽബക. നിന്റെ ദീനും ഹൃദയമൊക്കെ അവർ നശിപ്പിച്ചു കളയും. അതുകൊണ്ട് ഫുൾ ടൈം നമ്മളെ കണ്ട ഉള്ള ദുനിയാവിൻ്റെ കാര്യം മാത്രം സംസാരിക്കുന്ന, ദീനിയായ ഒരു സംസാരമില്ലാത്ത ആളുകളുമായി നീ കൂട്ടുകൂടരുത് എന്നാണ് സുഫിയാനു സൗരി റഹിമഹുല്ലാഹ് പറഞ്ഞു. ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാകണം. ഇപ്പോൾ നോക്ക്, പല ജില്ലകളിലെ ആളുകൾ ഇപ്പോൾ ഇതിലുണ്ടാകും.
അവർക്ക് അവരുടെ നാട്ടിൽ നല്ല ബന്ധം ഉണ്ടാകില്ല. ഇന്ന് ബന്ധം സ്ഥാപിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്. നല്ല സലഫിയായിട്ടുള്ള, നല്ല ദീനുള്ള, പഠിക്കാൻ താല്പര്യമുള്ള, ഹിർസുള്ള ഒരാളെ നമ്മൾ കൂട്ടുകാരായി, ഒന്നിൽ കൂടുതൽ ആളുകളെ കൂട്ടുകാരായി നമ്മൾ സ്വീകരിക്കണം. ഇങ്ങനെയുള്ള സദസ്സുകളിൽ നിന്ന് അങ്ങനെ കിട്ടും. നമ്മൾ വെറുതെ ക്ലാസ് കേട്ട് ഇങ്ങനെ തിരിച്ചു പോകരുത്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. എന്നിട്ട് നമുക്ക് ദീനിയായി ഈമാനികമായി വർധനവ് തരുന്ന, ഇൽമിയായി നമ്മൾക്ക് വൈജ്ഞാനികമായി ഉയർച്ച ഉണ്ടാക്കുന്ന ബന്ധങ്ങൾ നമുക്കുണ്ടാക്കണം. അങ്ങനത്തെ ആളുകൾ, പഠിക്കാൻ താല്പര്യമുള്ള ആളുകളുമായി കൂട്ടുകെട്ട് സ്ഥാപിക്കണം. അപ്പം അവർക്ക് അങ്ങനത്തെ ബന്ധം നമ്മൾ നിലനിർത്താനും ശ്രമിക്കണം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇദാ കാന ലക സദീഖുൻ യുഈനുക അല അത്ത്വാഅ ഫശുദ്ദ യദൈക ബിഹി. നിന്നെ നന്മ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൂട്ടുകാരൻ നിനക്ക് കിട്ടിയാൽ നീ അവനെ വിടരുത്, അവനെ മുറുകെ പിടിക്കാം. ഫഇന്ന ഇത്തിഖാദ അസ്സദീഖി സഅബുൻ വമുഫാറഖതഹു സഹ്ലുൻ. ഒരു നല്ല കൂട്ടുകാരനെ കിട്ടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരെ പിരിയുക എന്നുള്ള എളുപ്പമാണ്. നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, അത് നിലനിർത്തുക. നല്ല കൂട്ടുകാരെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. 10ാമത്തെ കാര്യം, സമയം ഏകദേശം കഴിഞ്ഞു, പെട്ടെന്ന് പറയാം. 10ാമത്തേത്, അലൈക അയ്യുഹ ശാബ്, യുവാവെ നീ ശ്രദ്ധിക്കണം, നീ സൂക്ഷിക്കണം, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമാണ്. അൻ തകൂന അല ഹദരിൻ ശദീദിൻ മിൻ ഹാദിഹിൽ വസാഇൽ التي غزي الشباب من خلالها ولا سيما شبكة المعلومات ليسلم لك دينك ولتكون في عافية من أمرك والعافية لا يعدلها شيء. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നശിപ്പിച്ചു കളയുന്ന, നിങ്ങൾ തകർച്ചു കളയുന്ന ഈ ഇന്റർനെറ്റ് പോലെയുള്ള മാധ്യമങ്ങൾ, ആ കാര്യത്തിൽ നീ അങ്ങേയറ്റം ശ്രദ്ധിക്കണം. നമ്മൾ നശിച്ചു പോകാൻ ഏറെ സാധ്യതയുള്ള ഒന്നാണ് ഈ കാലഘട്ടത്തിൽ. നിന്റെ ദീൻ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. ഉപകാരങ്ങളുണ്ട്, നമ്മൾ തെറ്റിപ്പോകാനും സാധ്യത കൂടുതലാണ്. ശഹവത്തും ശുബഹത്തും അതൊക്കെ നമ്മളിലേക്ക് എത്താൻ ഏറെ സാധ്യതയുള്ള, അത് സൂക്ഷിക്കണം. അങ്ങേറ്റം നമ്മൾ കയറുന്ന സൈറ്റുകൾ, ദീനീ പഠനത്തിന് തന്നെ നമ്മുടെ ശുബ്ഹാത്തുകൾ നമ്മളിലേക്ക് എത്തുന്ന അത്തരം ബിദ്അത്തിന്റെ, ളലാലത്തിന്റെ കക്ഷികളുടെ സൈറ്റുകളിലും അത്തരം ആളുകളുടെ സംസാരങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കണം. വഴികേടിന്റെ ആളുകൾ, അവർക്ക് ഒരുപാട് സംവിധാനങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ. അത് ചെന്ന് ചാടാതിരിക്കാൻ സൂക്ഷിക്കണം. അല്ല, ദീനിയായിട്ടുള്ള എത്രയോ ആളുകൾ ഇത്തരം സംസാരം ഒന്ന് വെറുതെ കേട്ടു നോക്കാന്ന് പറഞ്ഞ് കേട്ടു നോക്കി പിന്നെ ശുബ്ഹത്തുകൾ അവരിൽ ഫിത്നയുണ്ടാക്കി അങ്ങനെ നശിച്ചുപോയ ആളുകളുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങേയറ്റം സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11ാമത്തെ കാര്യം, അലൈക അയ്യുഹ ശാബ് അൻ തകൂന അലാ ദിക്രിൻ ദായിമൻ അന്നക സതഖിഫു യൗമൻ ബൈന യദയില്ലാ. നീ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, നീ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടവനാണ്, റബ്ബിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാണ്. വയസ്അലുക ഫീഹി അൻ ഹാദാ ശബാബ് ഫീമ അംദൈതഹു അഫ്നൈതഹു. ഈ യുവത്വത്തെക്കുറിച്ച് നിന്നോട് അള്ളാഹു ചോദിക്കും, എങ്ങനെ അത് ചെലവാക്കി. നമുക്ക് ഇഗ്തനിം ഖംസൻ ഖബ്ല ഖംസ്, നമുക്കറിയാവുന്ന ഹദീസാണ്. 5 കാര്യങ്ങൾക്ക് മുമ്പ് 5 കാര്യവും നീ ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞ ഹദീസിൽ ഹയാതക ഖബ്ല മൗതി, നിന്റെ മരണത്തിന് മുമ്പ് ജീവിതം ഉപയോഗപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞ ശബാബക ഖബ്ല ഹറമിക്, നിനക്ക് വാർദ്ധക്യമാകുന്നതിന് മുമ്പ് നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തണം. യഥാർത്ഥത്തിൽ ജീവിതത്തിൽപ്പെട്ട ഒന്നാണ് എന്ത്? മർഹലത്തു ഷബാബ്. അപ്പം മൊത്തത്തിൽ നമ്മുടെ ആയുസ്സിനെ കുറിച്ച് ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ആയുസ് ഉപയോഗപ്പെടുത്തണമെന്ന കാര്യം ഇതിൽ പറഞ്ഞു. യുവത്വ കാലഘട്ടം പ്രത്യേകിച്ചും പറഞ്ഞു. അതേപോലെ തന്നെ ലാ തസൂലു ഖദമു ഇബ്നി ആദം ഹത്താ യുസ്അല അൻ ഖംസ, 5 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതിന് മുമ്പ് അവന്റെ കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസിൽ എന്താണ്? ഒന്ന്, അവന്റെ മൊത്തം ആയുസിനെ കുറിച്ചുണ്ട്. ആയുസിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതിന് പുറമെ തന്നെ അടുത്തൊരു ചോദ്യം അവന്റെ യുവത്വത്തെ കുറിച്ചാണ്. അപ്പം മൊത്തത്തിൽ ആയുസിനെ കുറിച്ച് ചോദ്യമുണ്ട്. അതേപോലെ തന്നെ യുവത്വം എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്ന ചോദ്യവുമുണ്ട്. ചില ഹദീസുകളൊക്കെ ധാരാളം കേട്ടിട്ട് നമ്മളിനി ചിന്തിക്കാതെ പോകുന്നൊരു അവസ്ഥ ഉണ്ടോ നമുക്ക് പരിശോധിക്കണം. ചോദ്യം ചെയ്യും, എങ്ങനെയാണ് നീ
യുവത്വ കാലഘട്ടം ഉപയോഗിച്ചത് എന്ന ചോദ്യം നാളെ പരലോകത്ത് ഉണ്ടാകും. അതുകൊണ്ട് ഏത് സമയത്തും എല്ലാ സമയത്തും നിനക്കൊരു ചിന്തയുണ്ടാകേണ്ടത് എന്താ വെച്ചാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്നു നിൽക്കേണ്ടവനാണ് എന്ന ബോധം നിനക്കുണ്ടാകണം. നാളെ പരലോകത്ത് സ്വർഗാവകാശികൾ പരസ്പരം സംസാരിക്കുന്ന കാര്യം സൂറത്ത് തൂറിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നാ കുന്നാ ഖബ്ലു ഫി അഹ്ലിനാ മുഷ്ഫിഖീൻ. ഞങ്ങൾ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ട് ഭക്തിയോടുകൂടി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഫമന്നല്ലാഹു അലൈന വവഖാന അദാബ സമൂം. അങ്ങനെ അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകി അങ്ങനെ നമ്മളെ ഈ നരകശിക്ഷയിൽ നിന്ന് അങ്ങേയറ്റം ചൂടുള്ള കഠിനമായ ചൂടുള്ള നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി എന്ന് സ്വർഗത്തിൽ വെച്ച് അവർ പറയുമെന്നാണ്. ആ രൂപത്തിൽ നമുക്ക് പറയണമെങ്കിൽ നമ്മൾ ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് നമ്മൾ അവസാനിച്ചു. കാന ഖൽഖുൻ കസീറുൻ, ഒരുപാട് ആളുകൾ യതഅസ്സഫൂന ഫി ഹാലിൽ കിബർ, അവർ അവരുടെ വയസ്സാങ്കാലത്ത് സങ്കടപ്പെടും. അലാ തദയീഇ മൗസിമി ശബാബ്, യുവത്വ കാലഘട്ടം ശരിയാവണ്ണം ഉപയോഗപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ പേരിൽ അവർ സങ്കടപ്പെടും, നിരാശപ്പെടും. വയബ്കൂന അല തഫ്രീതി ഫീഹ്, അവർ അതിൽ വീഴ്ച വരുത്തിയതിനെക്കുറിച്ച് അവർ കരയേണ്ടി വരും. അന്ന് ഉപയോഗപ്പെടുത്തായിരുന്നു, നല്ല ആരോഗ്യമുള്ള സമയമായിരുന്നു, പറ്റിയില്ല എന്ന് പറഞ്ഞ് അന്ന് സങ്കടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് ഫൽയൂഖിൽ അൽ ഖിയാമ മൻ സയഖുദ്, നമ്മളൊക്കെ കുറച്ച് കഴിഞ്ഞൊന്ന് ഇരിക്കും, പ്രായമായാൽ അസുഖം വന്നാലൊക്കെ. അപ്പോൾ ഈ സമയത്ത് ധാരാളമായി നിസ്കരിക്കുക. നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നന്നായി നിസ്കരിക്കുക. എപ്പോഴാണ് നമ്മൾ ഇരിക്കുക കിടക്കുക എന്നും പറയാൻ പറ്റില്ല. നല്ല ആരോഗ്യമുള്ള ആളാണ്, വയസ്സായാലും വയസ്സായിട്ടില്ലെങ്കിലൊക്കെ നമ്മുടെ ശരീരം ക്ഷീണിക്കാനും രോഗം വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ആരോഗ്യം ഇവിടെ പറഞ്ഞു ഫൽയൂഖിൽ അൽ ഖിയാമ മൻ സയഖുദ്, ഇരിക്കുന്നവനെ നീ ഇരിക്കുന്നതിന് മുമ്പ് ധാരാളമായി നിസ്കരിക്കുക. നമ്മളൊക്കെ ഇരിക്കും കുറച്ച് കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ എല്ലാവരും ക്ഷീണിക്കും. വലുക്സിരി സിയാമ മൻ സയഅജസ്, ഇപ്പം നമുക്ക് നോമ്പെടുക്കാനുള്ള ആരോഗ്യമുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ അതിന് ആരോഗ്യം ഉണ്ടാകില്ല. അതുകൊണ്ട് നോമ്പ് വർദ്ധിപ്പിക്കുക. വന്നാസു സലാസ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ 3 തരക്കാരാണ്. മനിബ്തകറ ഉമുറഹു ബിൽ ഖൈരി വജാമ അലൈഹി ഫദാലിക മിനൽ ഫായിസീൻ, ചെറുപ്പത്തിലെ യുവാവായിരിക്കെ തന്നെ ആയുസ് അവൻ്റെ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നന്മയിൽ മുന്നേറി മരിക്കും വരെ ചെറുപ്പത്തിലെ നന്മകൾ ചെയ്ത് വളരെ ചെറുപ്പത്തിലെ ദീനനുസരിച്ച് ജീവിക്കാൻ തൗഫീഖ് ലഭിച്ച് അങ്ങനെ മരിച്ചുപോയി. അവസാനം വരെ അവൻ പിടിച്ചു ദീനിൽ, അവർ വിജയിക്കുന്നവരാണ്, അവർക്ക് വിജയമുണ്ടാകും. വമൻ ഖലത വഖസ്സറ ഫദാലിക മിനൽ ഖാസിരീൻ, പക്ഷേ കുറേ വീഴ്ച വരുത്തിയിട്ടുണ്ട്, കുറച്ച് നന്മകളൊക്കെ ചെയ്യും, അങ്ങനെ പോയ ആളുകൾ അവർ നഷ്ടക്കാരായിരിക്കും, അവർക്ക് വേണ്ട പോലെ ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വമൻ സാഹബ തഫ്രീത വൽ മആസി ഫദാലിക മിനൽ ഹാലികീൻ, തോന്നിവാസവും തിന്മകളുമായി ജീവിച്ച അതിൻ്റെ കൂടെ പോയ ആളുകൾ അവർ നശിച്ചവരായിരിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടം ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവത്വ കാലഘട്ടത്തിൽ തൗബ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. തൗബ ചെയ്യാതിരിക്കുക എന്നുള്ളത് മോശമാണ്, വളരെ ഖബീഹായ കാര്യമാണ്. ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, തഖീറു തൗബ ഫി ഹാലി ശബാബി ഖബീഹ്, യുവാവായിരിക്കെ പിന്നെ ചെയ്യാം, പിന്നെ നന്നാകാം, കുറച്ച് കഴിഞ്ഞിട്ട് നന്നാകാം എന്ന് ചിന്തിക്കൽ വളരെ മോശപ്പെട്ട കാര്യമാണ്, ശരിയല്ല. അത് യുവാക്കളോട് പറഞ്ഞതാണ്. അപ്പോൾ യുവാക്കൾ എത്രയും പെട്ടെന്ന് തൗബ ചെയ്യണം, നമ്മളൊക്കെ നിരന്തരം തൗബ ചെയ്യണം. ഇനിയോ ഫഫി ഹാലിൽ മശീബി അഖ്ബഹ് വ അഖ്ബഹ്, വയസ്സായിട്ടും നന്നാകാൻ തോന്നില്ലെങ്കിലോ അത് ഏറ്റവും മോശമാണ്. വയസ്സായിട്ടും നന്നാകണമെന്ന് ചിന്തിക്കാത്ത എത്രയോ ആളുകളുണ്ട്, ഏറ്റവും മോശമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തൗബ ചെയ്യുക എന്നുള്ളത്. ഞാൻ നിങ്ങളൊക്കെ പരിശോധിക്കേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കാം. നമ്മൾ ആളുകളുടെ മുമ്പിൽ എങ്ങനെയാണ് എന്നുള്ളതൊന്നുമല്ല കാര്യം. ആളുകളുടെ മുമ്പിൽ നമ്മൾ ഉഷാറായിരിക്കും, മൊത്തത്തിൽ ആളുകളുടെ മുമ്പിൽ പിടിച്ചിക്കാനുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ അടുത്തുണ്ടാകും.
ആളുകളുടെ മുമ്പിൽ എങ്ങനെ നിൽക്കാൻ നമ്മൾ പഠിച്ചിട്ടും ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉപകാരപ്പെടില്ലല്ലോ. സത്യതാണല്ലോ. ആളുകളുടെ മുമ്പിൽ എത്ര നന്നായിട്ടും കാര്യമില്ല. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ള വാചകം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യംബഗി ലനാ അല്ലാ നൻദുറ ഇലാ മൻസിലതിനാ ഇൻദന്നാസ്. ജനങ്ങളുടെ അടുത്ത് നമ്മുടെ സ്ഥാനം എന്താണ് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ജനങ്ങളുടെ അടുത്ത് ഞാൻ എങ്ങനെയാണ്, ആൾക്കാരുടെ മുമ്പിൽ എങ്ങനെയാണ് എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വഇന്നമാ നൻദുറു ഇലാ മൻസിലതിനാ ഇൻദല്ലാഹി അസ്സ വജല്ല. ഇപ്പോൾ ഈ നിമിഷം നമ്മൾ ചിന്തിക്കുന്നു, അള്ളാഹിൻ്റെ അടുത്ത് ഞാൻ എങ്ങനെയാണ് എന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ രഹസ്യ പരസ്യം നമ്മൾ ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും നമ്മുടെ മനസ്സിലുള്ളതൊക്കെ നമുക്കറിയാലോ. ഈ നിലവാരം വെച്ചിട്ട് അള്ളാഹിൻ്റെ അടുത്ത് നമ്മുടെ സ്ഥാനം എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആൾക്കാരുടെ അടുത്ത് നല്ലാനാണ് വലിയ പണിയൊന്നുമില്ല, ആൾക്കാരെ പറ്റിക്കാൻ സുഖമാണ്. പക്ഷെ ഞാൻ നിങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ട കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ സ്ഥാനം എന്താണ് എന്നാണ്. വഇദാ സഹഹ്നാ ദാലിക കഫാനല്ലാഹു മുഊനത്തന്നാസ്. അത് ശരിയായ പിന്നെ വേറൊന്നും നമുക്ക് ആവശ്യമില്ല. അള്ളാഹിൻ്റെ അടുത്തുള്ള സ്ഥാനം റെഡിയാണോ? ജനങ്ങളുടെ അടുത്ത് നമുക്ക് ഒരു വിലയില്ലെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല. അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ ഓക്കെയാണ്. അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു അടിമയാണെങ്കിൽ അത് മതി. നേരെ തിരിച്ചാണെങ്കിലോ, അള്ളാഹിൻ്റെ അടുത്ത് നമ്മൾ പട്ടപൂജിയാണ്, തനിച്ച മുനാഫിക്കാണ്, നരകത്തിൻ്റെ അടിത്തട്ടിൽ താമസിക്കേണ്ട ആളാണ്. ജനങ്ങളുടെ അടുത്ത് നമ്മൾ വലിയ സംഭവമാണ്, ദീനിൻ്റെ ആൾ, ദീനിൻ്റെ പ്രചാരകൻ, ദീനെ നടത്തുന്ന ആൾ, ദീനിൻ്റെ മുമ്പന്തിയിലുള്ള ആൾ. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു തആല നമ്മെല്ലാവരെയും അൽ ഫിർദൗസുൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. യുവത്വ കാലഘട്ടം യുവാക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വശാബുൻ നശഅ ഫി ഇബാദത്തില്ലാഹ്. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് വളർന്ന് നാളെ അർശിൻ്റെ തണൽ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. യുവത്വം കഴിഞ്ഞ ആളുകൾ അവർക്ക് നഷ്ടപ്പെട്ടത് ഓർത്ത് അള്ളാഹുലേക്ക് മടങ്ങാനും തൗബ ചെയ്യാനും ശേഷിക്കുന്ന കാലം, ശിഷ്ടകാലം ഏറ്റവും നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.